بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. هادي الناس كان يواسي أهل الباس نصرا نصرا إذ للفشل يوم الفشل كل الرسل أما يبرى كل إله تحت لواه ليس سواه إلا اعتبرا فإذا نودي أيام هدي أنجز وعدي فبشر بشرا اشفع تشفع سلما تطمع قولك يسمع توتل وترى يا سيدي جبلي فجودك منتظر للمرتدي لا سيما أهل الفقر ما لي سوى مده وحبي للذخر فهم الأخيرة لي ونعم المدخر بما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر. يا رب صل على النبي محمد منجي الخلائق من جهنم في عبيد. പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഭൂമിയിൽ അവൻ ഇതര ജീവിതകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ അനുഗ്രഹം നൽകിയിട്ടുള്ളവരാണ് മനുഷ്യർ. ആ മനുഷ്യരിൽ ഏറ്റവും അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ ആളുകളായി ലോകം ആദരിക്കുന്ന രാഷ്ട്രത്തലവന്മാരിൽ പലർക്കും രാജാക്കന്മാരിൽ പലർക്കും കൊടുത്തിട്ടില്ലാത്ത ഈമാൻ എന്ന് പറയുന്ന അനുഗ്രഹം സാധുക്കളായ നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹം തന്നെ യജമാനായ റബ്ബി അവൻ റഹ്മാനാണ്. റഹ്മാൻ എന്ന പേരിൽ അറിയിക്കുന്നത് തന്നെ ഈ ദുനിയാവിൽ ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്ന. നമ്മളെ മുസ്ലിമീങ്ങളും ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. നിങ്ങൾക്കൊക്കെ അതറിയാം. ആയത്തിലൊരു പരിശുദ്ധ ഖുർആനിൽ അവതരിച്ച ആയത്ത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങിയിട്ടാണ് ഓതേണ്ടത്. അല്ലാഹുവിന്റെ പേര് കൊണ്ടാണ് ഓത്ത് തന്നെ തുടങ്ങേണ്ടത് എന്ന് അറിയിക്കുന്ന ആയത്താണ് ആദ്യമായി ഖുർആനിൽ അവതരിച്ചത് തന്നെ. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്.
പരിശുദ്ധ ഖുർആൻ ഓർമ്മ ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുക. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ബഹുമാനമുള്ള പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ അതടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് തുടങ്ങുന്നത്. സൂറത്ത് തൗബയല്ലാത്ത എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമുക്ക് മുസ്ഹഫ് നടത്തി നോക്കിയാൽ കാണാം. ഇപ്പോ ചില ആളുകൾ ഇതുവരെ ഫാത്തിഹ എഴുതിയ ചില പള്ളികൾ ഇപ്പൊ ബിസ്മി ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെയൊന്നും അങ്ങനെ ഇല്ല, അങ്ങനെയുണ്ട്. എന്നിട്ട് എന്താ തെളിവ് ഉപയോഗിക്കുന്നവരുണ്ട്. മുസ്ഹഫ് നടത്തി നോക്കിയാൽ കാണുന്ന സംഗതിയല്ലേ അത്. എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ ബിസ്മി ഉണ്ട് എന്നുള്ള ഇത് തെളിവ് അറിയാൻ മുസ്ഹഫ് പള്ളിയിൽ നിർത്തി നടത്തി നോക്കിയാൽ പോരെ. എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ സൂറത്തിൽ തൗബയല്ലാത്ത എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ ബിസ്മില്ലേ അത് പിന്നെ അതിനെക്കാത്തിൽ മുസ്ഹഫ് നടത്തിയൊരു കാര്യത്തിൽ പിന്നെ തെളിവ് എഴുതണം. അതെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടാവായ അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി വരിക ആദ്യമായി അവതരിച്ച ആയത്താണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ബിസ്മി കൊണ്ടാണ് ഓത്ത് തുടങ്ങുക. പക്ഷേ ആ ഓത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മി അടക്കം ഖുർആൻ ഓതി തുടങ്ങുന്നതിന് മുമ്പ് നീ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ ഓടുന്നതിന് മുമ്പ് വേണം ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതെ, ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കണം എന്ന് ഖുർആൻ പറയും. അത് ഖുർആൻ ഓതി തുടങ്ങുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. എന്താണ് കാരണം? അതിന്റെ കാരണം ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്തും പിശാചി നമ്മെ പഴപ്പിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി, ദുഷിപ്പിക്കാൻ വേണ്ടി അവന്റെ ദുർമന്ത്രങ്ങൾ വരുത്തും. അവന്റെ നാശം അവൻ വലിച്ചിടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഖുർആൻ എന്നവന്റെ മനസ്സിൽ ഞാൻ നല്ല ഓത്തുകാരനാണ്, ഞാൻ എല്ലാവരും കേൾക്കണം, അവനെ ആളുഷാറായതുണ്ട് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ച് ആ ഖുർആൻ ഓത്തിയാകെ അതിന്റെ ഗുണം നശിപ്പിച്ചുകൊള്ളും. അതുകൊണ്ട് ഖുർആൻ ഓതുന്നതിന് മുമ്പ് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ഓത്തി തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങണം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീമായ അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നത്. അത് ശരിക്കൊരു മനുഷ്യൻ ചിന്തിച്ചാൽ ആ മനുഷ്യൻ പിന്നെ അഹങ്കാരിയാവുകയില്ല, ആ മനുഷ്യൻ അസൂയക്കാരനാവുകയില്ല, ആ മനുഷ്യൻ ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുകയില്ല, ആ മനുഷ്യൻ വർഗീയവാദിയാവുകയില്ല, ആ മനുഷ്യൻ അനാവശ്യങ്ങളൊന്നും ചെയ്യുകയില്ല. എന്തുകൊണ്ട്? ചുരുക്കി പറയാൻ അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് കുടിക്കാൻ വേണ്ടി ചായ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, ഞാൻ കുടിക്കില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്നു. ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, എല്ലാ മനുഷ്യരുടെ ശരീരത്തിലും ശൈത്താനുണ്ട്. വളരെ വലിയ ശരീരത്തിലുണ്ട് ശൈത്താൻ, എല്ലാവരുടെ ശരീരത്തിലും ശൈത്താനുണ്ട്. ശൈത്താൻ അശൈത്താനോ യജ്രി മജ്റദ്ദമി, രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ ശൈത്താൻ നടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവസം കൊണ്ട് നിൽക്കുമ്പോൾ നബിയുടെ കൂടെ ഭാര്യയും ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഫിയ റളിയല്ലാഹു അൻഹയാണ് ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യ, അല്ലെങ്കിൽ ഹഫ്സ. അപ്പൊ രണ്ടാളുകൾ അതിലൊന്ന് നടന്നുകയാണ്, സഹാബികളാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സ്ത്രീയും കണ്ടപ്പോൾ അവർ അതിൽ കാണാത്തതുപോലെ കുറച്ച് സ്പീഡിൽ അത് നടന്നു. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ നമ്മളെ ഉസ്താദ് ഒരു സ്ഥലത്തുനിന്ന് നാമുറിക്കോ അല്ല മുടി കെട്ടിക്കാടിക്കുകയാണ്, നമ്മൾ ചിലപ്പോ കാണാത്ത പോലെ അങ്ങോട്ട് പോയേക്കും, ഉസ്താദിന്റെ വിഷം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ നമ്മൾ കാണാതെ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഉസ്താദ് ചിലപ്പോൾ കാണാത്ത പോലെ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ഈ സ്ത്രീയെ കണ്ടപ്പോൾ സഹാബികൾ രണ്ടാളുകൾ കാണാത്തതുപോലെ ഒരു സ്പീഡ് കൂട്ടിയിട്ട് വേഗം കണ്ടിട്ട് വരും. അല്ലാഹു റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, അലാ റിസ്ലിക്കുമാ, അങ്ങനെ സ്പീഡ് കൂട്ടിയൊന്നും പോണ്ട, അങ്ങനെയൊന്നും പോണ്ട. ഹാദിഹി സഫിയ്യത്തു അല്ലെങ്കിൽ ഹഫ്സത്തു, അതായത് ഭാര്യയാണ് ഓർക്കുന്നത്, ഉള്ള ഭാര്യയുടെ പേരാണ്. ഇത് എന്റെ ഭാര്യ സഫിയാണ് കേട്ടോ.
ഇപ്പൊ സഹാബികൾ പഠിച്ചറപ്പ് നബി അങ്ങനെ ഞങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന് ചോദിച്ചു. ഈ അർത്ഥം കഴിഞ്ഞ ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു, സുഫിയാൻ ഇബ്നു ഉയൈന മക്കത്തെ മുദരിസാണ്, വലിയ പണ്ഡിതനാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മക്കയിലെ ഉസ്താദാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഞാൻ ഒരു ശാഫിഈ മദ്ഹബുകാരനാണ് എന്ന് തെളിയിക്കൽ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ആദ്യത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഹുമൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഹുമൈദ് റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാമിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ശാഫിഈ മദ്ഹബ് സ്വീകരിച്ച പണ്ഡിതനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദ് ഹുമൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഹദീസാണ്, ശാഫിഈ ഇമാമിന്റെ ശിഷ്യൻ പറഞ്ഞു കൊടുത്ത ഹദീസാണ് ആദ്യമായി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഹുമൈദ് റളിയല്ലാഹു അൻഹുവിന്റെയും ഗുരുനാഥനാണ് മക്കയിലെ മുദരിസായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. സഹീഹുൽ ബുഖാരിയിൽ തന്നെയും സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ പേര് ആദ്യത്തെ ഹദീസിന്റെ പരമ്പരയിൽ തന്നെ കാണാം. ആ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുമ്പോ ഭാര്യ സമീപത്തുണ്ടായിരുന്നു. രണ്ടാൾ നടന്നു വരുമ്പോ കണ്ടപ്പോ അവര് ഒരു കാണാത്ത പോലെ നടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ വെച്ചിട്ട് എന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ അപ്പൊ പറഞ്ഞപ്പോ തങ്ങളെ അവർ തെറ്റിദ്ധരിക്കുമ്പോൾ അവർ അങ്ങോട്ട് ചോദിച്ച ആ ചോദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന ശൈത്താന യജ്രി മജ്റദ് ദമീ, ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ നടക്കുന്നു. ആ ഹദീസ് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ശിഷ്യനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് പറയാൻ കഴിയോ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഹദീസിൽ ഒരിക്കലും തന്നെ ആ രണ്ട് സഹാബികളും അല്ലാഹുവിന്റെ റസൂലിനെ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. ശാഫിഈ ഇമാം ഉസ്താദിന് അങ്ങോട്ട് വിശദീകരണം പറഞ്ഞു കൊടുക്കുന്നു. ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോ വിശദീകരണം ഇമാം ശാഫിഈ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലോ റസൂലുള്ളാഹിനെ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലാക്കി പറഞ്ഞല്ലായിരുന്നു. പിന്നെ എന്തിനു പറഞ്ഞു? എന്താണ് അതിന്റെ തെളിവ്? അങ്ങനെ അല്ലാന്നുള്ളത് എന്താ തെളിവ് പറയാം. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ തെറ്റിദ്ധരിച്ച സമയത്ത് തന്നെ ഇസ്ലാമിന് പുറത്താണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ ഇവരെന്താണ് തെറ്റിദ്ധരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ള പറയേണ്ടത് ഇതെന്റെ കാര്യമാണെന്നല്ല. എന്താ പറയേണ്ടത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നിങ്ങൾ രണ്ടാൾ സ്വഹാബത്തിൽ വെച്ചിട്ട് രണ്ടാമത് ഇസ്ലാമിലേക്ക് വരണം എന്നാണ് റസൂലുള്ള പറയേണ്ടത്. ഇവർ തെറ്റിദ്ധരിച്ചിട്ടാണ് തോന്നുന്നതെങ്കിൽ അപ്പൊ തെറ്റിദ്ധരിച്ചിട്ടില്ലാതെ റസൂലുള്ളാഹി ഉറപ്പാണ്. തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സ്വഹാബത്തിൽ വെല്ലിക്കണം, അവരപ്പം തന്നെ ഇസ്ലാമിന്റെ പുറത്ത്. പിന്നെ ഇത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ കാലത്തിൽക്കും നേതാവാണ്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കണം. അതിന് മാതൃക കാണിച്ചു കൊടുത്തതാണ്. ഒരാൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു രംഗത്തിൽ തെറ്റിദ്ധാരണക്ക് കാരണമാകുന്ന വല്ലതും നടന്നാൽ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി വിഷയം വിശദീകരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ല. നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ഭാര്യയോടുകൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ വേറെ ആരെങ്കിലും കണ്ടാലും അതെന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞേക്കണം. കാരണം അല്ലെങ്കിൽ വേറൊരു പെണ്ണുങ്ങൾ എത്തിക്കുന്ന കണ്ടിരിക്കുന്നത് ആൾ തുടരാൻ പറ്റില്ല ഒരു കാക്ക വേറൊരാളെ അതുകൊണ്ട് തെറ്റിദ്ധാരണകളുടെ വലിയ കർച്ചകളും അതിനുവേണ്ടി തുറന്നു പറയേണ്ടത് തുറന്നു പറയണം. അങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോൾ ഉസ്താദായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വളരെ നല്ല വിശദീകരണം തന്നെയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അങ്ങേയറ്റത്തെ ബുദ്ധിയും അങ്ങേയറ്റത്തെ ശക്തിയും ബുദ്ധിശക്തിയും അത് എല്ലാ ഉസ്താദുകളും അംഗീകരിച്ചതാണല്ലോ. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവരും നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. 10 ലക്ഷം ഹദീസ് മനപ്പാഠം പഠിച്ച പണ്ഡിതനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ശിഷ്യനാണ്, ശാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ്. ഒരു ദിവസം അവർ തമ്മിൽ ഒരു വിഷയം ചർച്ചയായി. ഉസ്താദും ശിഷ്യരും തമ്മിൽ ചർച്ച നടക്കാമല്ലോ, വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാമല്ലോ. അങ്ങനെ ചർച്ചയായി. നിസ്കരിക്കാത്തവർ കാഫിറാണല്ലോ എന്നതല്ല. ഒരാൾ മനഃപൂർവ്വം മടിയനായിട്ട് നിസ്കാരം വഹിച്ചാൽ മടിയനായിട്ടിരിക്കുക,
നിസ്കരിച്ചില്ലേ തരാറില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുക രണ്ടിയാ ചോദിക്കലുണ്ടല്ലോ. നിസ്കരിച്ചില്ലേ തരാറൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചാൽ അപ്പൊ തന്നെ വാഫറാണ്. ചില കള്ളശേഖം പറഞ്ഞല്ലോ ഞാൻ വലിയ ശേഖായതുകൊണ്ട് നിസ്കരിക്കണ്ടാന്ന് പറയുന്നത്, അപ്പൊ തന്നെ വാഫറാവും. ഒരാൾ ശരിക്കും വലുതാകുമ്പോഴേക്ക് നിസ്കാരം വേണ്ട എന്ന് വിശ്വസിച്ചാൽ കാഫറാവും. നിസ്കാരം ഒരിക്കൽ ഹലാലാണെന്ന് വിശ്വസിച്ചാൽ കാഫറാവും. നേരെ മാനസികമായി സ്വസ്ഥതയില്ലാത്ത ആളുകൾക്ക് നിസ്കാരം നിർബന്ധമില്ല. അത് ചിലപ്പോൾ അള്ളാഹുവിനെ സ്നേഹിച്ചതുകൊണ്ടും ആകാം, അങ്ങനെ ചില നിസ്കാരം വെച്ചതുകൊണ്ടാകാം, അത് വേറെ വിഷയം. മാനസികമായി സ്വസ്ഥതയില്ലാത്തതിന്റെ വിഷയം വേറെ. അല്ലാതെ സ്ഥാനം കൂടിയതുകൊണ്ട് മർത്തവ വലുതായ ആള് നിസ്കാരം വേണ്ട എന്നർത്ഥം വിശ്വസിച്ചാൽ അവർ ഇസ്ലാം നിവർത്തു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയ മർത്തവയുള്ള ആരില്ല. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം വേണ്ടാണ്ടായിട്ടില്ല. പിന്നെ അതിനേക്കാളും തോന്നല്ലാതെ വേല വരാറില്ലല്ലോ. ഇരിക്കട്ടെ. അപ്പൊ നിസ്കാരം വെച്ച് മടിയനായിട്ട് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ ചില നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല, ചിലരുടെ നിസ്കരിക്കാൻ പറ്റുമാരും. അങ്ങനെ നിസ്കാരം വെച്ചാൽ ആ നിസ്കാരം വെച്ചവരെ സംബന്ധിച്ച് കാഫിറി എന്ന് പറയാമോ പറഞ്ഞത്? അയാളെ നമ്മളെ വൈകാരിക്ക് പറഞ്ഞിടണോ വേണ്ടോ, നമ്മളെ പള്ളിയിൽ കേൾക്കണോ വേണ്ടോ, നമ്മളെ വഴി നിസ്കരിക്കണോ വേണ്ടോ? ആ ചർച്ച. ഇതാണ് അഹ്മദ് ബിൻ ഹംബലില്ലാഹും ഷാഫിയുമായിട്ട് തമ്മിലാണ് ചർച്ച. അഹ്മദ് റളിയല്ലാഹു കാഫിറാണ് എന്ന് തന്നെ പറയുന്നത്. ഷാഫിയാവ് എന്ന് അങ്ങനെ പറയണ്ട, തമ്മാടിയാണ് പറയാ. അടുത്ത തമ്മാടിയാണ്. ആ നിസ്കരിച്ചത് അന്നാണോ അതാണോട് വേലാ ചെയ്യണം എന്ന് വരെ കാഫറാന്ന് പറയേണ്ടതാണ്. അഹ്മദ് റളിയല്ലാഹു കാഫറാണ്. അപ്പൊ ഷാഫിയാവ് ചോദിച്ചൊരു ചോദ്യം, ബിദ മുസ്ലിമീ കാഫറാണ് നിങ്ങൾ പറഞ്ഞാൽ അയാൾ പിന്നെ മുസ്ലിം ആകാൻ ചോദിച്ചു. കാഫറാണ് പിന്നെ മുസ്ലിം ആണോ ഇല്ലാത്ത മുസ്ലിം ആകെ എന്തിന്റെ മുസ്ലിം ആവും ചോദിച്ചു. അപ്പൊ ഏത് കാഫറും മുസ്ലിം ആകുക റസൂലുള്ളാ എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയും വല്ല ഇസ്ലാമിന് പുറത്തുവരുന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ ഒരാൾ ഇസ്ലാമിലേക്ക് വരിക. അത് അഹ്മദ് ഇസ്ലാമിൽ വരും. ഷാഫിയോട് അത് അയാൾ ഇടക്കിടക്ക് പറയുന്നില്ല, നിൽക്കുന്നില്ലാതല്ലോ. ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നില്ലേ നിസ്കരിക്കുന്നില്ലാതല്ലേ ഉള്ളൂ. അപ്പൊ അഹ്മദ് റളിയല്ലാഹു പറഞ്ഞു അയാൾ നിസ്കരിച്ചാൽ മുസ്ലിം ആവും. അപ്പൊ ഷാഫിയാവിലേക്ക് കാഫറായ മനുഷ്യൻ നിസ്കരിച്ച ആൾക്കാരൻ പറ്റുമോ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞില്ല നിസ്കാരം വെച്ചിട്ട് അയാൾ കാഫറാണ്. കാഫറായ മനുഷ്യൻ കാഫറായ സ്ഥിതിക്ക് നിസ്കരിച്ചാൽ നിസ്കാരം സാധിക്കാവോ ചോദിച്ചു. വാദപ്രയാണോട് കഴിഞ്ഞു, നിഷേധത്തോടുകൂടി കഴിഞ്ഞു. കാഫറാണെന്ന് പറയണ്ട എന്ന അഭിപ്രായത്തിലേക്ക് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ അഭിപ്രായം എത്തിച്ചേർന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ അകയ്യപ്പെട്ട ബുദ്ധിയും അവിയത്തത്തിൽ കഴിവും അത് എല്ലാ പണ്ഡിതന്മാരും ഉസ്താദുമാരടക്കം അംഗീകരിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ ആ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ഉസ്താദ് പറഞ്ഞിട്ട് ഹദീസിന്റെ ഭാഗമാണ് ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, പിശാച് രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ നടക്കുന്നതുകൊണ്ട് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കൽ ഖുർആൻ എന്ന സമയത്ത് വരെ വേണം. ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും പിശാചുണ്ട്. പക്ഷെ ചില ആളുകളുടെ പിശാച് തടിച്ച പിശാചാണ്, ചിലരുടെ പിശാച് മെലിഞ്ഞ പിശാചാണ്. നമ്മളെല്ലാവരുടെ ശരീരത്തിലും ശൈത്താനുണ്ട്. ചിലരുടെ ശൈത്താൻ വല്ലാത്ത ശക്തിയുള്ള തടിച്ച ശൈത്താനാണ്, ചിലത് വളരെ മെലിഞ്ഞ ശൈത്താനാണ്. അങ്ങനെ അതുണ്ട്. ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും വെള്ളം കുടിക്കുന്ന സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ ശൈത്താനിന് ആ ഭക്ഷണത്തിലും വെള്ളത്തിലും കൂറുകൂടാൻ കഴിയില്ല. അതേസമയത്ത് ബിസ്മില്ലാഹിന്റെ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ശൈത്താൻ കൂറുകൂടും. അപ്പോ ഇവന്റെ കൂടെ തന്നെ ശൈത്താനും തടിക്കും. ബിസ്മി കൂട്ടാതെ ബിസ്മില്ലാതെ വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കുന്ന ആളുകളുടെ ശൈത്താൻ വലിയ തടിച്ച ശൈത്താനായിരിക്കും. ബിസ്മി ചൊല്ലിയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ശൈത്താൻ മെലിഞ്ഞ ശൈത്താനായിരിക്കും. ഇതുപോലെ ഉറക്കൊഴിക്കുന്ന ശൈത്താനുണ്ട്, ഉറക്കൊഴിക്കാത്ത ശൈത്താനും നല്ല സുഖത്തിൽ ഉറങ്ങുന്ന ശൈത്താനുണ്ട്. എങ്ങനെ? ഞങ്ങളൊരു റൂമിൽ കയറുന്ന സമയത്ത് ഉറങ്ങുന്ന റൂമിലേക്ക് വരുമ്പോ വീട്ടിലേക്ക് കയറുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് റൂമിലേക്ക് കടന്നതെങ്കിൽ ആ റൂമിൽ നമ്മുടെ കൂടെ ശൈത്താൻ കടന്നിറങ്ങില്ല. ബിസ്മില്ലാതെ റൂമിലെ എന്റെ ഉള്ളിലേക്ക് കടന്നാൽ നമ്മൾ കടന്നിറങ്ങുമ്പോൾ നമ്മളെ കൂടെ ശൈത്താൻ കടന്നിറങ്ങും. അപ്പൊ ശൈത്താന് കിടക്കടിച്ചു കൊടുക്കുന്നവരുണ്ട്, അത് വിളിച്ചു കൊടുക്കുന്നവരാവില്ല. ബിസ്മില്ലാഹിന്റെ ഉള്ളിലേക്ക് കയറുന്നവർ. സഹോദരന്മാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി എല്ലാ നല്ല കാര്യങ്ങളും പ്രവർത്തിക്കുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബ് ശൈത്താന മാ റസഖ്തനാ
എന്ന് പിശാചിന്റെ കാവൽ ചോദിച്ച് ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭാര്യയുമായി ബന്ധപ്പെടുക. ഇല്ലെങ്കിലോ സന്താനങ്ങളിൽ പിശാച് കൂടും. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് സമ്പത്തുകളിലും സന്താനങ്ങളിലും മനുഷ്യന്മാരോട് നീ കുഴികൂടുക. അല്ലാഹു ശൈത്താന് കൊടുത്ത വരമാണ്. അത് കൂടാതിരിക്കണമെങ്കിൽ അതിന്റെ പ്രതിരോധം നല്ല പഠിപ്പിച്ചിരിക്കലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദിക്ർ കൊണ്ടാണ് മനുഷ്യന് ശൈത്താനെ പ്രതിരോധിക്കാൻ കഴിയുന്നത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എല്ലാ നല്ല വിഷയത്തിന്റെയും തുടക്കത്തിൽ നാം ചൊല്ലുന്ന പ്രധാനപ്പെട്ട ദിക്ർ, പ്രധാനപ്പെട്ട ആയത്ത്. ആ ആയത്ത് പഠിപ്പിക്കുന്ന ആശയം അല്ലാഹു റഹ്മാനാണ്. അവന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. കാരണം എന്ത് ചെയ്യുമ്പോഴും അവനെ മറക്കാൻ നിർവാഹം ഇല്ല. അല്ലാഹു തന്നതല്ലാതെ എനിക്കൊന്നും തുടങ്ങാൻ കഴിയില്ല. അല്ലാഹു തന്നെങ്കിലല്ലാതെ പൂർത്തീകരിക്കാൻ കഴിയില്ല. അല്ലാഹു തന്നെങ്കിലല്ലാതെ വെള്ളം കുടിക്കാൻ കഴിയില്ല. അല്ല തന്നെങ്കിലല്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവനെ മറന്നുകൂടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പോരാ. അല്ലാഹു തആല റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാലോ ഈ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ്. എനിക്കല്ലാഹു കുറെ സമ്പത്ത് തന്നു, എനിക്കല്ലാഹു തആല കുറെ അധികാരം തന്നു, എനിക്കല്ലാഹു നല്ല ആരോഗ്യം തന്നു, എനിക്കല്ലാഹു കുറെ അനുയായികളെ തന്നു, എനിക്കല്ലാഹു കുറെ നേതാക്കളെ തന്നു, എനിക്കല്ലാഹു കുറെ സന്താനങ്ങളെ തന്നു, അല്ലാഹു എനിക്ക് കുറെ തോട്ടം തന്നു. എന്ത് തന്നെ എന്നെ വെറുത്തത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം അല്ലാഹു തആല റഹ്മാനാണ്. ദുനിയാവിൽ അവൻ സ്നേഹിക്കുന്നവർക്കും അവനെ ഇഷ്ടപ്പെട്ടവർക്കും അവനിഷ്ടപ്പെടുന്നവർക്കും അവനെ വെറുക്കുന്നവർക്കും അവൻ വെറുക്കുന്നവർക്കും എല്ലാവർക്കും കൊടുക്കുക എന്നതാണ് പടച്ച റബ്ബിന്റെ നയം. അതുകൊണ്ട് ദുനിയാവിൽ കിട്ടിയതുകൊണ്ട് ഞാൻ പടച്ചവന്റെ അടുക്കൽ അംഗീകാരമുള്ളവനാണെന്ന് ഒരു മനുഷ്യനും ചിന്തിച്ചുകൂടാ. കിട്ടാത്തവൻ അംഗീകാരമില്ലാത്തവനാണെന്ന് ഒരു നിലക്കും ആലോചിച്ചുകൂടാ. ഒരാൾക്ക് ദുനിയാവുണ്ടാകുമ്പോൾ അയാൾ തമ്മാടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരാളൊരു നല്ല വീട് നിർമ്മിക്കുമ്പോഴേക്ക്, ഒരാളൊരു നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരാൾ നല്ല ആരോഗ്യമുള്ളവനാകുമ്പോ, അല്ലെങ്കിൽ കുറെ സന്താനങ്ങളുള്ളവനാകുമ്പോ, അല്ലെങ്കിൽ കുറെ അനുയായികളുള്ളവനാകുമ്പോ, അല്ലെ രാജ്യത്തിന്റെ ഭരണാധികാരിയാകുമ്പോ അയാൾ ഒരു മോശക്കാരനാണെന്ന് അങ്ങനെ ചിന്തിക്കരുത്. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ, ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരി, ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനം ലോകത്തെ കൈവരിച്ച വ്യക്തി ഭൗതികമായി ചിന്തിച്ചാൽ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി സുലൈമാൻ പണത്തിനൊരു കുറവില്ല, പണത്തിന് കുറവില്ല, അധികാരത്തിന് കുറവില്ല, സ്ഥാനമാനത്തിന് കുറവില്ല. റബ്ബി ഹബ്ലി മുൽക്കല്ല മറ്റൊരാൾക്കും കൊടുക്കാത്ത അധികാരം എനിക്ക് തരണമെന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച നബിയുള്ളാഹി സുലൈമാൻ. ജിന്നുകൾ ബഹുമാനപ്പെട്ടവരുടെ കീഴിലാണ്, മൃഗങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ഓർഡർ പ്രകാരം ജീവിക്കുകയാണ്, പക്ഷികൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നത് പോലെ കേൾക്കുകയാണ്. എന്തിനധികം പറയണം, കാറ്റിലൊരു സുലൈമാൻ നബിയുടെ നിർദ്ദേശപ്രകാരം കാറ്റ് ചലിക്കുകയാണ്. ആ നിനക്ക് സർവാധികാരങ്ങളും ലഭിച്ച നബിയുള്ളാഹി സുലൈമാൻ വലിയ മഹാൻ. കുല്ലൻ ആതൈനാഹു ഹുക്മൻ വഇൽമാ. ബാപ്പ ദാവൂദ് നബി അലൈഹിസ്സലാമും വലിയ അധികാരമുള്ള ആളായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാമതൊരു ഇരുമ്പലക്ക ദാവൂദ് നബിന്റെ കൈ കൊടുത്താൽ അത് സാധാരണ നൂല് പിരിക്കുന്നത് പോലെ, നൂല് ചെയ്യുന്നത് പോലെ അതേ ബഹുമാനപ്പെട്ട ദാവൂദ് നബിക്ക് ഇരുമ്പ് അത് മടക്കുന്നതിനും തിരിക്കുന്നതിനും മറക്കുന്നതിനും ഒരു പ്രശ്നമില്ല. ഉരുകിയ മെഴുകുതിരിയുണ്ടല്ലോ, അത് ചെയ്യുമ്പോഴേ ചെയ്യാതെ ഇരുമ്പ് ഒരു ചൂടുവാക്കാതെ തന്നെ ദാവൂദ് നബിക്ക് അല്ലാഹു കൊടുത്ത് കഴിയാൻ. ഇരുമ്പ് ഇങ്ങനത്തെ ഇരുമ്പെടുത്തിട്ട് ഇങ്ങനെ വായിച്ചാൽ അറിയും. അങ്ങനത്തെ വലിയ അധികാരം ഉണ്ടായിരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകൻ നബിയുല്ലാഹി സുലൈമാൻ വലിയ അധികാരവും സ്ഥാനവും പണവും അല്ലാഹു കൊടുത്തു. അപ്പൊ അല്ലാഹു തആല മഹാന്മാർക്കും കൊടുക്കും ദുനിയാവ്, തെമ്മാടികൾക്കും കൊടുക്കും ദുനിയാവ്. ചിലപ്പോ തെമ്മാടികൾക്കൊന്നും കൊടുക്കൂല, ചിലപ്പോ മഹാന്മാർക്കൊന്നും കൊടുക്കൂല. ദുനിയാവിന് ഒരു വിലയുമല്ല കൽപ്പിച്ചിട്ടില്ല എന്നൊരു തെളിവാണത്. താഴ്ന്ന സാധനം അതാർക്ക് കൊടുക്കുന്നതിനുള്ള ഒരു പരിഗണനയും ഇല്ല. വേറെ താഴ്ന്ന ഒരു വസ്തുവാണ് ഈ ദുനിയാവ്.
ബഹുമാനപ്പെട്ട ആരിഫീകൾ പറഞ്ഞു, നീ ദുനിയാവിനെ മനസ്സിന്റെ ഉള്ളിൽ കേട്ടണ്ട, കൈ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരവരെ സംബന്ധിച്ച് പറഞ്ഞു. കരീമുല്ലാഹി മൂസ നബിയുടെ ഒരു വഴിയുണ്ടായിരുന്നു. അലവഴിച്ച് മൂസാ നബി എന്താ മൂസ നാത്തിൽക്കബി എണീനിക്കേണ്ട കൈ വലത്തെ കയ്യിലെന്താണ്? മൂസാ നബി പറഞ്ഞു, അത് ആസായ, അതെന്റെ വടിയാണ്. എന്റെ വടിയോട് വേണ്ടി മൂസാ നബി കിട്ടിയില്ല, പച്ചവനോട് പറയാൻ സമയം കിട്ടിയില്ല. അപ്പൊ കുറച്ച് കൂടുതൽ പറയാൻ വിചാരിച്ചു. വലിയ വലിയ ആളുകളോട് സംസാരിക്കാൻ തന്നെ വലിയ സന്തോഷമാണല്ലോ. അത് അല്ലാതെ പറയാൻ കിട്ടിയ ചാൻസിൽ കൂടുതൽ പറയാൻ വിചാരിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയ ചാൻസിൽ അല്ലാതെ കൂടുതൽ എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചാൽ വരികയെന്ന് പറഞ്ഞാൽ മതിയെങ്കിലും അത് പറഞ്ഞ് നിർത്താതെ കിട്ടിയ ചാൻസിൽ കുറെ കൂടുതൽ പറയാൻ മനസ്സിലാക്കി. അങ്ങനെ മൂസാ നബി സ്വലാം പറഞ്ഞു, എന്റെ വടിയാണ്, അതൊക്കെ ഞാൻ എന്റെ മേൽ ചാരി വെക്കും, ഞാൻ എന്റെ ആടുകൾക്ക് അതുകൊണ്ട് അടിച്ചിട്ട് ഇലകളിൽ അടിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. വലിയ ആ വടി ഉണ്ടെങ്കിൽ വേറെ ചില പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം. ഈ വടിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ആൽഖിനാഫി യമീനിക്, വടിയൊന്ന് നിലത്തിട്ടാട്ടെ. ഇതുകൊണ്ട് പല ആവശ്യമില്ലെങ്കിലേ പറഞ്ഞത് ഒന്ന് നിലത്തിട്ടാന്ന് പറഞ്ഞു. സർപ്പം. അപ്പൊ അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ പേടിക്കണ്ട, അതിന് എടുത്തോത് എടുത്തോ, കൈ പിടിച്ച ആവശ്യമുണ്ടല്ലോ, കൈ പിടിച്ചോത്. ഈ മാതിരിയാണ് എന്ന് പറയും ആരിഫീങ്ങൾ പൈസനെ സംബന്ധിച്ച്, പണത്തിനെ സംബന്ധിച്ച്, ദുനിയാവിനെ പറ്റി. എന്ത് ദുനിയാവിനെല്ലാം മൂസാ നബി അലൈഹി സ്വലാം പഠിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ അതവക്കൈ അലിഹ, അതിന്റെ മേലെ ചാരി നിൽക്കുന്നത്, അതില്ലെങ്കിൽ സംഗതി ഒന്നും നടക്കൂല. പൈസ തലവില്ലെങ്കിൽ എന്തെങ്കിലും നടക്കോ? ഒന്നും നടക്കൂല. പണവും പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. അപ്പൊ അതവക്കൈ അലിഹ, നമ്മളെ അതിന്റെ മേലാണ് ചാരി നിൽക്കുന്നത്. നമ്മൾ പോറ്റുന്ന സാധനത്തിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അതില്ലത് കൊണ്ടാ. നമ്മൾ ആട്ടിന് വില പറിച്ചു കൊടുക്കുന്നത് വഴിയുണ്ടാണ്. മൂസാ നബി പറഞ്ഞ വില നമ്മുടെ ഭാര്യത്തിന്റെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത് ഈ കേസിലുണ്ടാണ്. സമയം ഇല്ല, ഞാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ആടൊക്കെ പട്ടികയ്ക്ക് വിരല പെണ്ണുങ്ങൾ പറ്റുന്നത്. വലിയ ഫീൽഡിന്റെ വേറെയും പല പരിപാടി ഉണ്ടെന്ന്. അത് മദ്രസയും പള്ളിയൊക്കെ നടക്കണമെങ്കിൽ വേണ്ടേ, വടിയില്ലാണ്ട് വല്ല കിടക്കും. അപ്പോ ഇതൊന്ന് വേറെയും കുറെ ആവശ്യമുണ്ട്. പക്ഷേ ഇതിന്റെ സ്ഥിതി അറിയുന്നത് അതൊന്ന് നിലത്തിട്ടപ്പോഴേ തീരുന്ന സാധനം സർപ്പാനിട്ട് ഫൈലാഹിയ സോദാനുമതി പറഞ്ഞ സർപ്പം വെച്ച സാധനമാണ്. ഇതെങ്ങാനും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കൊത്തിക്കളയും, വിഷം കഴിച്ചിക്കളയും. ഈ ദുനിയാവുമായി അധികമെടുത്താൽ അത് കൊത്തിയിട്ട് അതിന്റെ വിഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറ്റിക്കളയും. പാമ്പാണ് എന്ന് മനസ്സിലാക്കണം. ഇല്ല പാമ്പാണെന്ന് വിചാരിച്ചാൽ തീരെ വേണ്ടാൻ വെക്കാൻ പറ്റുമോ? ഇല്ല, പേടിക്കാതെ കൈ പിടിച്ചിട്ട് അതാണ് പാമ്പാണെങ്കിൽ എടുത്തപ്പോ കണ്ടത്തെ മതിയെന്ന് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതേ മാതിരിയാണ് ദുനിയാവിന്റെ വേറെ കാര്യങ്ങൾ. അതായത് ദുനിയാവ് തീരെ ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുക വളരെ പ്രയാസമാണ്. ദുനിയാവ് തീരെ ഇല്ലാതെയാക്കുക എന്നതല്ല സാമർത്ഥ്യം. പിന്നെ കടിക്കുന്ന പാമ്പിനെ, വിഷമുള്ള പാമ്പിനെ ഒരു ഭാഗത്ത് പോറ്റുകയും അതേ സമയത്ത് അതിന്റെ വിഷം തീണ്ടാതെ ജീവിക്കുകയും ചെയ്യുന്നതാണ് സാമർത്ഥ്യം. അത് ദുനിയാവായിട്ട് ഉണ്ടാവുകയും അതുകൊണ്ട് ദീനിന് ആശമില്ലാത്ത രൂപത്തിൽ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുക. പാമ്പിനെ പോറ്റുന്നുണ്ട്, പക്ഷേ പാമ്പ് കടിക്കുന്നില്ല. കടിച്ചാൽ തന്നെ വിഷം മുറങ്ങുന്നു, വിഷം കയറുന്നില്ല. ആ നിലക്ക് പാമ്പിനെ വളർത്താൻ കഴിയുന്നവനാരോ അവനാണ് സമർത്ഥൻ. അല്ലാതെ ഒരു പാമ്പിനെ വടിയെടുത്ത് അടിച്ചു കൊള്ളുന്നവനല്ല. അടിച്ചു കൊണ്ടാൽ പിന്നെ പാമ്പ് പോയേ എന്ന് ബഹുമാനപ്പെട്ട സാലിഹീകൾ പറഞ്ഞു. ദുനിയാവിനെ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹിക്കാതിരിക്കുക, എന്നിട്ട് ദുനിയാവിന് ആവശ്യമുള്ള വിഷയങ്ങളിൽ ചെലവഴിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുക. ദുനിയാവിനെ കൽബിന്റെ ഉള്ളിൽ സ്നേഹിക്കാതിരിക്കുക, അതാണ് യഥാർത്ഥത്തിൽ സുഹൃതെന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട വലിയ കൂടി ഉമർഖാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെടുക്കലും മഴയ്ക്ക് വേണ്ടി ജാതിപ്പിക്കാൻ പല ആളുകളും വരുന്നു. ഉമർഖാലി പറയുന്നു ജാർ വേറെ, പക്ഷേ പൈസ വരണം. ബഹുമാനപ്പെട്ട ഉമർഖാലി ഞങ്ങൾ പണത്തിനെ പ്രേമിച്ച ആളല്ല, പൈസ വരണമെന്നാണ് ഉമർഖാലി പറയുന്നത്. പൈസ കൊടുത്ത ആളുകളോട് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് ആർക്കാണ് കുറച്ചവന്? ഞാനിവരോട് പണം വാങ്ങി വെച്ചിട്ടുണ്ട്, നിന്നെ കണ്ടിട്ടാണ് പണം വാങ്ങിയത്. മഴ കൊടുക്കണം നിന്നവർക്ക്, ഞാനിത് വെറുതെ വാങ്ങിയതല്ല, നിന്റെ സാധുക്കളെ സഹായിക്കാനാണ്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് നീ എന്റെ യാതൊരു പണം തന്നവർക്ക് മഴ കൊടുത്തേ.
ഉമർക്കാരീതങ്ങൾ ദ്വാരിയുണ്ട്. ഉടനെ തന്നെ മഴക്കാറ് എന്ന് മഴ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹു പ്രിയപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അല്ല പറഞ്ഞില്ലേ, സർവം സുന്നത്തുമായ എല്ലാ സൽക്കർമ്മങ്ങളും പ്രവർത്തിച്ച് ഒരു മനുഷ്യന്റെ അനുഭവം അടുത്തു കഴിഞ്ഞാൽ, ഞാനവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആ സ്നേഹിച്ച മനുഷ്യൻ എന്നോട് ചോദിച്ചാൽ ഞാനത് തട്ടുകയില്ല. ചോദിച്ചാൽ ഞാൻ അവൻ ഉത്തരം ചെയ്യും. എന്നോട് അഭയം തേടിയാൽ ഞാൻ അവൻ അഭയം കൊടുക്കും. ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ തള്ളിക്കളയലില്ല. ആ സ്ഥാനം കൈവരിച്ച ഉമർഖാനി റഹിമഹുല്ലാഹിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളോട് പണം വാങ്ങിട്ട് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്ക് മഴ പെയ്യുന്നു. ഉമർഖാൻ പണം തീർന്നില്ല. ആ പണം മുഴുവൻ സാധുക്കൾക്ക് വിതരണം ചെയ്യുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ നടക്കുന്ന അക്കാര്യം പണം തീരെ വേണ്ടെന്ന് പറഞ്ഞുള്ള തള്ളിപ്പറയലല്ല, മറിച്ച് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അത് സമ്പാദിക്കാൻ. പക്ഷേ ഖൽബിന്റെ ഉള്ളിൽ അവനെ സ്നേഹിക്കാൻ പാടില്ല, അതിന് പ്രസക്തി നൽകാൻ പാടില്ല. ദീനിന് പ്രസക്തി നൽകുക. അല്ലാഹു തആല വളർത്താവുന്ന ഒരു സാധനമായി പടച്ചതാണ് ഈ ദുനിയാവിൽ. ഈ ദുനിയാവിൽ തെമ്മാടികൾക്കും അല്ലാഹു കൊടുത്തേക്കും, മഹാന്മാർക്കുമല്ല കൊടുത്തേക്കും. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ സ്ഥാനമാനം കിട്ടിയാൽ, ദുനിയാവിൽ പണം വർദ്ധിച്ചാൽ, ദുനിയാവിൽ സ്വാധീനമുണ്ടായാൽ ഞാനും അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ളവനാണെന്ന് ഒരു മനുഷ്യനും ചിന്തിച്ചുകൂടാ. കണ്ടില്ലേ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി സുലൈമാൻ അധികാരം മുഴുവനും കിട്ടിയിട്ട്, വലിയ സ്ഥാനം കിട്ടിയിട്ട് അവിടുന്ന് പറഞ്ഞ വാക്ക് ഇതെന്റെ റബ്ബെനിക്ക് വന്ന ഔദാര്യമാണ്, ലിയബിലുവനി എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അഷ്കുറു അന്നഖുറു, ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദിയോട് ചെയ്യുന്നുണ്ടോ? റബ്ബിന്റെ പരീക്ഷണമാണ്, എന്റെ പവറല്ല. ഏത് സ്ഥാനം കൈവരിക്കുമ്പോഴും മഹാന്മാര് കൂടുതൽ പേടിക്കുകയാണ്, മഹാന്മാര് കൂടുതൽ ബേജാറാവുകയാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അടിമകൾ പത്തിരിയും ചുട്ടുകൊണ്ട കൊടുത്തപ്പോ പത്തിരിയും നോക്കി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കരഞ്ഞില്ലേ? കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്? കുത്തില മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറുൻ മിന്നീ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ വെച്ച് ഷഹീദായി മരിച്ചുവല്ലോ, എന്നെക്കാണ് നല്ലവനാകുന്നല്ലോ. മരിച്ചിട്ട് മരിയിട്ട് കഫൻ ചെയ്യാൻ വേണ്ടി നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ചിന്തിക്കുമ്പോൾ തലമറക്കുന്ന കാലുമറക്കാൻ തുണികളില്ല, കാലുമറക്കുന്ന തലമറക്കാൻ തുണികളില്ല. അവസാനം തലമറച്ചുകൊണ്ട് കഫൻ ചെയ്തു. അതേ സമയത്ത് കാലിന്റെ ഭാഗം പുല്ലുപോലുള്ള സാധനം കൊണ്ട് വെച്ച് പൊടിയുകയുള്ളത്. അത്ര ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ജീവിച്ച മുസ്അബിന്റെ പേരുള്ളവർക്ക് അല്ലാഹുവിനെ ധാരാളം കൊടുക്കുന്നു. ദുനിയാവ് കൊടുത്തില്ല, കൊടുത്ത ദുനിയാവ് മുഴുവനും ദീനിന് വേണ്ടി ചെലവഴിച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന നാമേ ഞാൻ മക്കളിൽ നിന്ന് ഇങ്ങോട്ടുകൂടെ മദീനത്തേക്ക് വന്നു. ബിസിനസിന് വേണ്ടി ഇറങ്ങി. ബിസിനസ് നടത്തിയപ്പോ വല്ലാത്ത ലാഭം ചെയ്തു. ഞാനിന്ന് ധാരാളം പണമുള്ള പണക്കാരനാണല്ലോ. എന്റെ മുന്നിൽ നിങ്ങൾ ധാരാളം പത്തിരി കൊണ്ട് വന്നു വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് പണത്തിന് ഞെരുക്കമില്ലല്ലോ. ഞാൻ ചിന്തിക്കുന്നു, എനിക്കുള്ളതെല്ലാം ദുനിയാവിൽ അല്ലാഹു തആല തന്നു, എന്റെ ആഖിറത്തിൽ എനിക്ക് ചുരുക്കുകയാണ്. പാരത്രീക ലോകത്തിന്റെ അനുഗ്രഹം ചുരുക്കിക്കളയുകയാണ്. മുസ്അബിലൂടെ ഒരു തങ്ങൾ മരിച്ചപ്പോൾ അതേ കഫൻ ചെയ്യാനുള്ള തുണി നീളകത്തിയിട്ടില്ലെങ്കിലും ആഖിറമുണ്ടല്ലോ, കാലകാലമുള്ള ജീവിതം, തീരാത്ത ലോകം. ആ ലോകത്ത് ധാരാളം മുസ്അബിലൂടെ ഉയരങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. എന്തെല്ലാം ദുനിയാവിൽ തന്നിട്ട് എന്റെ ആഖിറത്തിൽ എനിക്ക് നല്ല കുറച്ച് കളയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്
അടിമകളോട് പറയുന്നു, പട്ടിണി മാറ്റിവെക്കൂ അടിമകളെ, ഞാൻ എന്റെ യജമാനായ റബ്ബ് സുന്നത്തിനോ ദുനിയത്തിൽ വിളിക്കുന്നു. എന്റെ സഹോദരന്മാരെ, സാലിഹീകളായ മഹാന്മാർ, അമ്പിയാക്കളും ഇവർക്ക് സർവ്വസാലിഹീകളും സർവാലിഹാക്കളും സർവാലിഹീകളും അവർ ദുന്യാവിന് സ്ഥാനമാനം കിട്ടുമ്പോ, ദുന്യാവിന് സമ്പത്ത് കിട്ടുമ്പോ, ദുന്യാവിന് പവർ കിട്ടുമ്പോ ഞങ്ങൾ ആഖിറത്തിന്റെ കാര്യം എന്താണെന്ന് ചിന്തിച്ച് അവർ പൊട്ടിക്കറിയുകയാണ്. കാരണം അല്ലാഹു റഹ്മാനാണ്. റഹ്മാനായ റബ്ബ് ദുനിയാവിൽ വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും കൊടുക്കുന്നവരാണ്. അവന്റെ കെടുതി കണ്ടു വഞ്ചിക്കപ്പെട്ടുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്. എല്ലാവർക്കും കൊടുക്കുന്നു, അതിൽ പ്രതിഷേധം വേണ്ടല്ലോ. എതിരാണ് അസൂയ. ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്നതിനാണ് അസൂയ. ഇപ്പൊ ഞാൻ വീട്ടിൽ പറയുന്നില്ല, നമ്മൾ പുറേ പോയി രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ലൈറ്റ് പോയി. ലൈറ്റ് പോയപ്പോ നമ്മളെ പുറയിലെ ലൈറ്റ് പോയി, അപ്പുറത്തെ പുറയിലൊക്കെ കത്തുന്നുണ്ട്. അപ്പൊ നമ്മളെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. ഒട്ടാകെ പോയിട്ടുണ്ട്, സാരില്ല, ഇവിടെ മാത്രമല്ല വേദന. എല്ലാ വീട്ടിലെ ലൈറ്റും പോയിട്ടുണ്ട്, നമുക്ക് വിഷമില്ല. നമ്മളെ വീട്ടിലെ ലൈറ്റ് മാത്രം പോകുമ്പോൾ വിഷമായി. മനസ്സിൽ എന്താ വിഷമോ? നമ്മളെ ലൈറ്റ് പോയതല്ല, അവിടുത്തെ പോവാത്തതാ വിഷമം. അതിന്റെ പേരാ അസൂയാന്ന് പറയുന്നത്. അല്ലാഹു ഒരാൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം അത് നീതി കാണാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒരിക്കലും അല്ലാഹു റഹ്മാനാണെന്ന് വിശ്വസിക്കുന്നവരുടെ കൽവിൽ അത് ഉണ്ടാകാൻ നിവൃത്തിയില്ല. രണ്ടാമത് പറയട്ടെ, അല്ലാഹുവിനോട് കൊടുക്കുന്നതിന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിലും കിബിറുണ്ടാകാൻ സാധ്യതയില്ല. അതാണ് അല്ലാഹുവിന്റെ സാലിഹീങ്ങൾ, അവർക്ക് കൽവിൽ ഒരു കിബിറും ഇല്ല. ഒന്നുകൂടി പറയുന്നു, അല്ലാഹു റഹീമാണ്. അല്ലാഹു റഹീമാണെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വൈപ്പെട്ടവർക്ക് മാത്രം പാരത്രിക ലോകത്ത് ഗുണം ചെയ്യുന്നവരാണ്. അതൊരു മനുഷ്യനും ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ ചലനങ്ങളും പടച്ച റബ്ബ് എനിക്ക് റഹ്മത്ത് ചെയ്യാൻ കാരണമാകണം. ഈ ലോകത്തിന്റെ പുറമെ പാരത്രിക ലോകമുണ്ട്, അവിടെ എനിക്ക് കാരുണ്യം ലഭിക്കുന്ന വിഷയങ്ങളല്ലാതെ ചെയ്തുകൂടാ എന്ന് ഉറപ്പിച്ച് അവൻ തഖ്വയുടെ വാതിൽക്കലേക്ക് കടന്നുപോയി. എന്നോട് പറയട്ടെ, നാം കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. എത്ര ആളുകൾ നിസ്കാരം കളാക്കുന്നവരും, എത്ര ആളുകളുടെ നിസ്കാരം കളാക്കുന്നവരും നിങ്ങൾ നോക്കും. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയും, ഇന്ന് കാസർഗോഡ് ടൗണിൽ വൈകുന്നേരം 4 മണിക്ക് ഒരു പ്രകടനമുണ്ട്, മുസ്ലിമുകളുടെ ഒരു പ്രകടനമുണ്ട് ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആരും എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ് ജോറായിട്ട് പ്രകടനം നടത്താൻ പോകാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മളെ പള്ളിയിൽ രാവിലെ വിളിക്കുന്നു പ്രകടനത്തിന് എനർജി കേട്ടപ്പോ എല്ലാവരും കാസർകോട്ടെ നമ്മളെ പള്ളിയിൽ രാവിലെ എനർജി വിളിക്കുന്നു നിസ്കാരത്തിലേക്ക് വരും. ഒറ്റ കുട്ടിയില്ല, ഒരു കുട്ടികളിലേക്ക് വരാറില്ല. അതന്നെ ഈ ലോകത്തിന്റെ അവസ്ഥ. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റില്ല, സെക്രട്ടറിയില്ല, ഖജാഞ്ചിയില്ല, മെമ്പറില്ല, SSF-കാരനില്ല, SES-കാരനില്ല. പ്രകടനത്തിൽ ജോറാണ്. ഇത് പ്രകടനം മനുഷ്യന്മാരെ കാണിക്കാനുള്ളതാ, ഇത് അല്ലാതെ വീട്ടാനുള്ള. അപ്പൊ ആളുകളെ കാണിക്കാനുള്ള പരിപാടിക്കുള്ളത് അല്ലാഹുവിന്റെ മുമ്പിൽ സംഭാഷണം നടത്താൻ തയ്യാറില്ല. ഇതല്ലേ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ. നിങ്ങളിവിടൊക്കെ പിന്നെ പള്ളിയിൽ സുബഹിക്കൊക്കെ ജമാഅത്തിന് ഫുൾ ആളുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്റെ നാടൊക്കെ മനസ്സിലാക്കി പറഞ്ഞു പോയതാണ്. നിങ്ങൾക്കാർക്കും പ്രതിഷേധം വേണ്ട. പോകട്ടെ, ജമാഅത്ത് പോകട്ടെ, സുബഹി ഖളാ സംസ്കരിക്കലുണ്ടോ? സുബഹി ഖളാ സംസ്കരിക്കുന്ന എത്ര ഇതുവരെ സുബഹിക്കാത്തത്രക്കാരുണ്ട്. ചില മനുഷ്യന്മാർ കാണാം ഉച്ചക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് വന്നിട്ട് കുത്തുമ കൊടുക്കാൻ നോക്കണ്ട, ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് കൊണ്ടുത്തോന്നു. എന്നാൽ ഈ ഹനക്കിലാർ കാണാൻ വേണ്ടി കൊടുക്കും. ഞാൻ സുബഹി അല്ലാത്ത രാജ്യങ്ങളൊക്കെ അറിയിക്കണം. തെറ്റ് ചെയ്യലും തെറ്റാണ്, തെറ്റ് പരസ്യപ്പെടുത്തൽ വേറെ തെറ്റാണ്. സുബഹി അളാവിക്കൽ തെറ്റാണ്, ഇതെല്ലാം പറഞ്ഞു. സുബഹി അളാക്കിയ തെറ്റാണ്, അത് പരസ്യപ്പെടുത്തൽ ആളുകളുണ്ട്. സഹോദരന്മാരെ, ഞാൻ നോക്കി സംസാരിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോക്കി നമ്മുടെ ഹിന്ദുമത സുഹൃത്തുക്കളും അവർ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാലയിറങ്ങി കറുത്ത തുണിയെടുത്തു കഴിഞ്ഞാൽ സുബഹിന്റെ മുമ്പ് അവർ പോയി കുറച്ച് പോയി പച്ചവെള്ളം കൊണ്ടല്ലേ കണ്ടിലെടുത്ത് പോയി കുളിച്ച് മസാല നിൽക്കാറില്ല. രാവിലെ കുളിച്ചിട്ട് വരുന്നത് കാണാം.
കുളിച്ചിട്ട് വന്നിട്ട് അവരുടെ ദേവാലയത്തിൽ പോയി അവരുടെ മതാചാര പ്രകാരം ഭജനം പാടി. നമ്മുടെ മുസ്ലിമുകളോ പള്ളി ജോലി എല്ലാ ബലിയും വിളിച്ച് വിളിക്കാൻ ഒരാളെ നിശ്ചയിച്ചു ശമ്പളം കൊടുത്തു, ഒരു വൈക്കും ഞാൻ കൊടുത്തു. ഇന്നപ്പോഴത്തെ ബലിയിലെ വൈക്കും എല്ലാവരും കേൾക്കാനല്ലേ എന്നിട്ട് ഒറ്റപ്പെട്ട് പഠിക്കും എന്നൊരു ചൊല്ലാറുണ്ടോ? സുനിഷ്ഠിച്ചിട്ട് ഖുർആൻ എടുത്തിട്ട് അങ്ങനെ ഓതാൻ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ബാലാണെങ്കിലോ സുബ്ഹാനല്ലാഹ് ബാല് പറയുന്ന മൊയ്യാന്മാരൊക്കെ മരിക്കാൻ മാത്രം ബാല് ഒരു ദിവസം 3, 4, 5, 10 ബാല് എന്തിനു ബാല്? ഇനി വെള്ളിയാഴ്ച അറിയാൻ നിങ്ങളോട് ചോദിക്കുന്നു, വെള്ളിയാഴ്ച എത്ര ആൾക്കോ പോയി ചുരുങ്ങിയത് 3 പ്രാവശ്യം ആൾക്കോ പോകുന്നത് വെള്ളിയാഴ്ച. പണ്ഡിതന്മാർ പറഞ്ഞാണ് സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ച വർദ്ധിപ്പിക്കണം തന്നെ ഏറ്റവും ചുരുങ്ങിയ എത്ര 3 ഓതണം. 3 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഓതണം വെള്ളിയാഴ്ച. ചുരുങ്ങിയത് കൂടിയാൽ എത്രയും കൂടിയോ ചുരുങ്ങിയത് 3. എത്ര ആളുണ്ടാവും 3 പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് ഓതിയാലും ഈ സാഹസിൽ ഞാൻ ചോദിക്കുക, ഞാൻ അടക്കം തന്നെ ചോദിക്കുക. ഞാനും എന്നെ എഴുതിയിട്ടില്ല, 3 ഞാനും എഴുതിയില്ല. ബാലാണെങ്കിലോ ഞാനും പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താ ഒരു കാര്യം? കേൾക്കുന്ന ബാലനുസരിച്ച് ജീവിക്കുന്ന വരുന്നവരെ വാര്യമിക്കാണ് കാര്യം. പ്രവർത്തനമൊക്കെ താരങ്ങളുണ്ടോ? സഹോദരന്മാരെ, ഓരോ നിസ്കാരത്തിന്റെയും ശേഷമുള്ള ദിക്ർ മുടങ്ങാതെ ചൊല്ലുന്നവരുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തുകളും എപ്പോഴും പ്രധാനപ്പെട്ട സുന്നത്തുള്ള സമയങ്ങളും ഇപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. 20ഓളം സ്ഥലങ്ങൾ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് സുന്നത്തുള്ള സ്ഥലങ്ങൾ വിരോധമുള്ള സ്ഥലങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് യാത്ര പുറപ്പെടുന്ന സമയം, യാത്രയിൽ തിരിച്ചു വരുന്ന സമയം, ഒരു സ്ഥലത്ത് സമ്മേളിക്കുന്ന സമയം, ഒരു സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം, അങ്ങനെ തുടങ്ങിയിട്ട് ദുആയുടെ തുടക്കം, ദുആയുടെ മധ്യം, ദുആയുടെ അവസാനം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടുപേന്മാർ അറിയുന്നു. ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലി 30 സ്വലാത്ത് ചൊല്ലിയോ ചെറുപ്പക്കാരാ. വെള്ളിയാഴ്ച ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് പോകട്ടെ, പള്ളിയിൽ തന്നെ താമസിക്കുന്ന മുതഅല്ലിമീങ്ങൾ നിങ്ങൾക്ക് ചോദിക്കോ? പള്ളിയിൽ തന്നെ താമസിക്കുന്ന മുതഅല്ലിമീങ്ങൾ മുന്നേറ് സ്വലാത്ത് ചൊല്ലിയോ? എന്റെ സഹോദരന്മാരെ, പേപ്പറൊന്നും വായിക്കാൻ വിട്ടുപോയിട്ടില്ല, ഒരു മാസികയും കയ്യിൽ പിടിക്കാത്തതില്ല, ഒരു ആരോടാൻ ആളെ കിട്ടുന്നില്ല, സ്വലാത്തിയുള്ള ആളെ കിട്ടുന്നില്ല, വിക്രിലുള്ള ആളുകളില്ല. എല്ലാവർക്കും കുറുക്ക് വഴിയിലെന്ന് സ്വർഗത്തിൽ കടന്നു പോകണമെന്ന ചിന്തയിലേറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങളോടും എന്നോടും പറയാറുള്ളത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, നിസ്കാരം കലാകാതെ നിർവഹിക്കുക, പരമാവധി ജമാഅത്തിന് പങ്കെടുക്കുക, നിങ്ങൾ വീട്ടിലടങ്ങിയിരിക്കുക, അവിടെ വെച്ച് നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക, നിങ്ങൾ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക, നിങ്ങൾ ഇന്നിക്കും സ്വലാത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾ ഖുർആൻ സമയം കണ്ടെത്തിക്കുക. സിനിമകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന, സിനിമ നടന്മാര് പ്രകാശനം ചെയ്യുന്ന, സിനിമ നടന്മാരുടെ ചിത്രം വരുന്ന പെണ്ണുങ്ങളെ വായിക്കുന്ന സർവ്വ മാസികകളും വലിച്ചെറിയുക, പരിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുക, സ്വലാത്തിന്റെ കിതാബ് കയ്യിൽ പിടിക്കുക, പാരത്രീകളെ അധ്വാനിക്കുക, അനാവശ്യമായി ചെലവഴിക്കുന്ന ചെലവുകളൊക്കെ നിർത്തിവെക്കുക. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അവിടെ ഒരു സൂക്കേട് ഹജ്ജിന് പോകുന്ന ആളുകൾ ഹജ്ജിന് പോകുമ്പോ കുറെ യുവതികളായ പെണ്ണുങ്ങൾ യാത്രയാക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ദുബായിലും ഖത്തറിലൊക്കെ പോകുമ്പോ അവിടെ ഭാര്യനും കിട്ടി എയർപോർട്ടിൽ പോകുന്ന ആളുകൾ. എന്നിട്ടോ എന്താ അവരെ വെളി കളിച്ചിരിച്ചിട്ട് പോകുന്നു, വെളിവ് തിരിച്ച് എത്തിയല്ലോ എന്ന് ഇവൻ അറിയുന്നുണ്ട്. ഇവരും പള്ളിയിൽ പോണ്ടാക്കാൻ പ്രസംഗിക്കുന്നതിന് ഇവരും ജോറാ പ്രസംഗിക്കേണ്ടി തന്നെ, ഞാൻ പ്രസംഗിക്കുന്ന ആൾ തന്നെ. പക്ഷെ പള്ളിയിൽ പോണ്ടാതെ യാത്രയിൽ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു, യാത്രയാക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടാവില്ല പറഞ്ഞത്. എന്തിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു? ഇവിടെ ആ സൂക്കേടുണ്ടോ എനിക്കറിയാം, ഇപ്പൊ ഇല്ലാത്ത ഞാൻ പറഞ്ഞു പഠിക്കണ്ട. കുറെ പെണ്ണുങ്ങൾ എയർപോർട്ടിൽ ഇങ്ങനെ കുന്തം പോലെ നിൽക്കുക, ഇത് പോകുന്ന ആളുകളൊക്കെ ബുദ്ധിമുട്ടോ. ഞാൻ തന്നെ ചിലപ്പോൾ കേൾക്കാറായിട്ട് കേൾക്കാറില്ല. ഈ ഊട്ടിലാണ് നിൽക്കുക പെണ്ണുങ്ങൾ. വേറെ സ്ത്രീകൾ സുധാരണ ഒരു സുധാർച്ചാനൊക്കെ പറഞ്ഞിട്ട് ഔലിയാക്കളെ മക്ബറയിലേക്ക് പോയി ആണുങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ ഒഞ്ചും തിരക്കും. ഔലിയാക്കളെ സൗന്ദര്യം കാണാൻ പറ്റില്ല. അവിടെ ഔലിയാക്കളെ മക്ബറ സ്വീകരിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞു ഒരർത്ഥം. പക്ഷെ അവിടെ ഇടകലർന്നുകൊണ്ട് പ്രവർത്തനം
ഞാൻ ചോദിക്കുന്ന ഏറ്റവും വലിയ യാത്രയപ്പ് ഏതാണെന്നറിയോ? മരണത്തിന്റെ യാത്രയപ്പാണ്. ഭർത്താവിനെ യാത്രയാക്കാൻ വേണ്ടി ഭാര്യമാർ ഖബർസ്ഥാനിലേക്ക് പോകാറുണ്ട്. ബാപ്പനെ യാത്രയാക്കാൻ വേണ്ടി മകള് പോകാറുണ്ട്. മകനെ യാത്രയാക്കാൻ വേണ്ടി ഉമ്മ പോകാറുണ്ട്. തിരിച്ചു വരാത്ത യാത്രയപ്പിന് പോകാത്ത പെണ്ണ് എന്തിനാണ് തിരിച്ചു വരുന്ന യാത്രയപ്പിന് പോകുന്നത്? സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്ലാമിന്റെ നിയമങ്ങളെയും പരിഷ്കാരത്തിന് വേണ്ടി വലിച്ചെറിയുന്ന കാലമാണിത്. സുബ്ഹാനല്ലാഹ്, പെണ്ണ് ചോദ്യമൊക്കെ പ്രസവിക്കുന്ന കാലമാണ്. പെണ്ണിനെ കൊണ്ട് പ്രകടനം നടത്തിക്കുന്ന കാലമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമല്ലേ ബാങ്ക് കൊടുക്കൽ. ആ ജമാഅത്തിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നവരെ നോക്കൽ സുന്നത്താണ്. ബാങ്ക് കൊടുക്കുന്നവന്റെ ശബ്ദം കേൾക്കൽ സുന്നത്താണ്. നമ്മളെ മുക്കിരിച്ചാടെ നോക്കൽ സുന്നത്താണ്. ബാങ്ക് കൊടുക്കുമ്പോ മുക്കിരിച്ചായ വകലല്ല, ബാങ്ക് കൊടുക്കുന്ന ആളായ വകല. അത് വേറെ ആളെടുത്ത ആളെ നോക്കണം. ബാങ്ക് കൊടുക്കുന്ന ആളെ നോക്കൽ സുന്നത്തുണ്ട്, ബാങ്ക് കൊടുക്കുന്ന ആളെ ശബ്ദം കേൾക്കൽ സുന്നത്തുണ്ട്. പക്ഷേ നോക്കാനും പറ്റില്ല, ശ്രദ്ധിച്ച് കേൾക്കാനും പറ്റില്ല. അങ്ങനത്തെ കക്ഷികളിലെ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ജമാഅത്തിന്റെ ബാങ്ക് കൊടുക്കൽ ഹറാമാണെന്ന് തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. പക്ഷേ നിയമങ്ങൾ മുഴുവനും വലിച്ചെറിയാണല്ലേ പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതിലേക്ക് കടക്കുന്നതിന് സൂചനയ്ക്ക് മാത്രം പറഞ്ഞതാണ്. എന്റെ ഉമ്മമാര് വീട്ടിന്റെ ഉള്ളിൽ അടങ്ങിയിരുന്നൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. സഹോദരന്മാരെ സഹോദരിമാരെ അനാവശ്യം പറയാതിരിക്കുക. ദീപത്തിന്റെ നീളത്തിൽ അറിയിക്കുക. ഈ ലേശം പറയാതിരിക്കുക. ഈ ലോപ്പിൽ എന്നിന്റെ അന്നാണെങ്കിലും കളവ് പറയാതിരിക്കുക. നാം സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുക. പണ്ഡിതന്മാരെ ഗ്രൂപ്പിൽ വെച്ച് കുറ്റം പറയാതിരിക്കുക. ചെറിയ പ്രശ്നത്തിനു വേണ്ടി കുടുംബക്കാരിൽപ്പെട്ടവരോട് മിണ്ടാത്തവരുണ്ട്, അയൽവാസികളുമായി തെറ്റിജീവിക്കുന്നവരുണ്ട്, തൊട്ടടുത്ത വീട്ടുകാരോട് മിണ്ടാത്തവരുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ പടങ്ങി ജീവിക്കുന്നവരുണ്ട്. മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ നയങ്ങളൊന്നും പാടില്ല. കുടുംബങ്ങളുമായി സ്നേഹബന്ധം പുലർത്തുക, അയൽവാസികളുമായി നല്ല നിലയ്ക്ക് പെരുമാറുക, മുസ്ലിമീങ്ങൾ ഐക്യത്തോടുകൂടെ ജീവിക്കുക, പരസ്പരം സന്തോഷത്തോടെ സ്നേഹത്തോടെ. എല്ലാവരും ഒരൊറ്റ നേതാവിന്റെ അനുയായികളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉമ്മത്താണ് എന്ന നിലയ്ക്ക് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക. അതേസമയത്ത് മറ്റു മതക്കാരോട് സൗഹാർദ്ദം പുലർത്തുക, മറ്റാരെയും ആക്രമിക്കാതിരിക്കുക, എല്ലാവരോടും നീതി പുലർത്തുക, എല്ലാവരോടും ന്യായം മാത്രം പെരുമാറുക. ആ നിലയ്ക്ക് ശുദ്ധമായ ഒരു ജീവിതം നയിച്ചു. മോനെ ചെറുപ്പക്കാരാ, കള്ളി എന്ന് പറയുന്ന സാധനത്തിലേക്ക് നീ അടുത്തു പോകല്ല. രക്തം നജസായതുപോലെ, ചലം നജസായതുപോലെ, ഛർദ്ദിച്ചത് നജസായതുപോലെ, അതേ മലം നജസായതുപോലെ കള്ളും ഒരു നജസാണ് കേട്ടോ. നീ നജസ് കുടിയനാകല്ല, കഞ്ചാവ് വലിക്കാരനാകല്ല. ഷെയർ കച്ചവടം ചെയ്യുമ്പോ പാർട്ണർമാരുടെ കാശ് നീ അവരറിയാതെ പീടികയിൽ വലിച്ച് കീശയിലാക്കല്ല. ഓ ജോലിക്ക് നിൽക്കുന്ന തൊഴിലാളികളെ, മുതലാളിമാരെ വഞ്ചിച്ചു നിങ്ങളെ കീശയിലാക്കല്ല. ഓ ജോലിക്ക് നിർത്തുന്ന മുതലാളിമാരെ, പാവപ്പെട്ട തൊഴിലാളികളുടെ വേതനം കൃത്യമായി കൊടുക്കാതെ നിങ്ങൾ ഹുങ്കിലടിക്കല്ല. എന്റെ സഹോദരന്മാരെ, ജീവിതത്തിന്റെ സർവ്വരംഗത്തും ദീനിലെ നിയമങ്ങളുണ്ട്. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യമാരോട്, പെൺകുട്ടികളോട് നിങ്ങൾ കടുത്ത സ്വരത്തിൽ സംസാരിക്കല്ല. അമാനത്താണ്. നിങ്ങളെ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ചെറിയ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുണ്ടല്ലോ, അവർ നിങ്ങളെ വീട്ടിലെത്തുമ്പോ നിങ്ങൾ സ്വന്തം മക്കളെ ഭാര്യമാരോട് കടുത്ത സ്വരത്തിൽ സംസാരിക്കരുത്. പ്രായമുള്ള ഉമ്മമാരെ, നിങ്ങളവരെ ദുഷിക്കരുത്, അവരെ കുടുംബത്തെ ചീത്ത പറയരുത്, നിങ്ങളവരെ ചീത്ത പറയരുത്, നിങ്ങളവരോട് നല്ല നിലയ്ക്ക് പെരുമാറുക. എന്റെ ചെറുപ്പക്കാരികളായ ഉമ്മ സഹോദരിമാരെ, നിങ്ങളെ സ്വന്തം ഉമ്മയേക്കാൾ നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയെ നിങ്ങൾ ബഹുമാനിക്കുക. നിങ്ങളെ സ്വന്തം ബാപ്പയേക്കാൾ നിങ്ങളെ സ്വന്തം ഭർത്താവിന്റെ ബാപ്പയെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളെ സ്വന്തം ഭർത്താവിന്റെ ബാപ്പയ്ക്ക് നിങ്ങൾ ഹിദ്മത്ത് കൊടുക്കുക. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും. പടച്ചറബിന്റെ അടുക്കൽ അവരെ പൊരുത്തം ലഭിക്കും. ആ നിലയ്ക്ക് എല്ലാ രംഗങ്ങളും, കുടുംബ ജീവിതമാകട്ടെ, ദാമ്പത്യ ജീവിതമാകട്ടെ, അയൽവക്കക്കാരുമായുള്ള ബന്ധമാകട്ടെ, എല്ലാ രംഗത്തും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുക. ചെറുപ്പക്കാരെ, നിങ്ങളുടെ സ്വന്തം ഭാര്യമാരോട് അക്രമം ചെയ്യാതിരിക്കുക, ഭാര്യമാരെ കൊണ്ട് അന്യന്റെ ഹക്ക് തീർന്നിക്കാതിരിക്കുക. നിങ്ങളെ ചെറിയ മക്കളില്ലേ, 6, 7, 5, 3, 4 വയസ്സുള്ള മക്കൾ, ആ മക്കൾ അറിയുന്നില്ലല്ലോ. നീ അന്യനോട് കടം വാങ്ങിയിട്ട് കൊടുക്കാതെ നീ സമ്പാദിച്ചുണ്ടാക്കി മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ, നീ കച്ചവടം ചെയ്യുന്ന പീടികയിൽ നിന്ന് പാത്രമായ മനുഷ്യന്റെ നീ അറിയാതെ വലിച്ചെടുത്തിട്ട് ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ,
ഈ ജോലി ചെയ്യുന്ന പീടികയിൽ കട്ടെടുത്തിട്ട് ഭക്ഷണം കൊടുത്താൽ അതുപോലെ അന്യന്റെ ഹക്ക് കൊണ്ടുവന്ന് ഈ 2, 3, 4 വയസ്സുള്ള മക്കളെ തീറ്റിച്ചാൽ ആ മക്കളുടെ ശരീരം നരകത്തിലേക്ക് പോകാൻ കാരണമാകാൻ സാധ്യതയില്ലേ? ഈ ചെറിയ മക്കളോട് ഈ അക്രമം ചെയ്യുന്നത് എന്തിനാണ്? സ്വന്തം മക്കളെ ആഹാരം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ഹക്കിനെ പേടിച്ച് ജീവിക്കൂ സഹോദരന്മാരെ. ജീവിതത്തിന്റെ സർവ്വരംഗത്തും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നിസ്കാരം പോലുള്ള ഇബാദത്തുകൾ സമയം തെറ്റാതെ കൃത്യമായി തഖ്വയോടെ ഖുശൂഅോടെ നിർവഹിക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ സാലിഹീകളെ സ്നേഹിക്കുക, ഔലിയാക്കളെ ആദരിക്കുക. സർവ്വനിലക്കും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുക. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി محمد سيد الكونين والثقلين والفريقين من إرض ومن أجل تمدته النشار في نبيهم وكل بما تعمد خلفه وحتكين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നിങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ കല്ലൂരാവിയിൽ സുന്നികളേ ഉള്ളൂ. തെറ്റിദ്ധരിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്കെല്ലാം അവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തിക്കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ശിആർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. സ്നേഹിക്കാതെ ഒരാൾക്കും മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിൽ വരെ അള്ളാഹുവിന്റെ റസൂലിന് കാഴ്ചവെക്കണം. റസൂലുള്ളാഹിയെ വിളിച്ച് സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് റസൂലുള്ളാഹിയെ വിളിച്ച് സലാം പറയണം. സലാം പറയാൻ പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു വാലി പോയി, ഒരു മദ്രസ ഉദ്ഘാടനത്തിന്റെ വാലി പോയി. അപ്പൊ അവിടെ നോക്കുമ്പോൾ സുന്നികൾക്ക് മദ്രസ ഇല്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് മൊയ്തീൻ കേജി എന്ന് പറയുന്ന ഒരാളുണ്ട്, അബുദാബിക്കാരൻ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മക്കളെ പഠിക്കുന്ന പുസ്തകം മുജാഹിദിന്റെ പുതിയ ബുക്ക് എന്റെ കൈ കൊണ്ട് തന്നു. ഞാൻ കുറെ കാലത്ത് നേരെ ഇല്ലാത്തതുകൊണ്ട് വായിക്കില്ല. അങ്ങനെ അത് വായിച്ചു. അവിടുന്ന് തന്നെ വായിച്ചു. ആൾ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ട് വായിച്ചു. അപ്പൊ ആ പുസ്തകത്തിൽ പറയുന്നത് ആകാശവും ഭൂമിയൊക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്, വാഹനം നിയന്ത്രിക്കുന്നതോ അത് മനുഷ്യന്മാരാണ്. മുജാഹിദിന്റെ മദ്രസയിൽ ബുക്കിൽ ശ്രദ്ധിക്കരുത്. എന്തൊരു മുസീബത്താണ്. അപ്പൊ പറച്ചോലി കുറെ കൂടിയാൽ കുറെ ഡ്രൈവർമാരൊക്കെ അല്ലാതെ കൂടിയാൽ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരന്മാരെ, വാഹനം നിയന്ത്രിക്കുന്നതും ആകാശം നിയന്ത്രിക്കുന്നതും ഭൂമി നിയന്ത്രിക്കുന്നതും എന്തിനധികം പറയണം, എന്റെ ഈ ചെറിയ വിരൽ നിയന്ത്രിക്കുന്നതും ഒരു ചെറിയ രോമം നിയന്ത്രിക്കുന്നതും എല്ലാം അർഹമുർ റഹീമായ റബ്ബ് തന്നെ. അതുകൊണ്ടല്ലേ ആക്സിഡന്റ് ഉണ്ടാകണമെന്ന് മനസ്സിലാക്കി ഒരു ഡ്രൈവറും വണ്ടി ഓട്ടുന്നില്ല, പക്ഷേ ആക്സിഡന്റ് ഉണ്ടാകുന്നു. കാരണം ഇവന്റെ നിയന്ത്രണത്തിലല്ല, ഇവൻ വിചാരിക്കാത്ത രൂപത്തിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നു. നിയന്ത്രണം ഇവന്റെ കയ്യിലല്ല, അത് മറ്റൊരാളെ കയ്യിലാണ്. തീരുമാനിച്ചത് നടക്കാതിരിക്കില്ല. സഹോദരന്മാരെ, വാഹനത്തിൽ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇതിനെ നമുക്ക് പാകപ്പെടുത്തി തന്ന അല്ലാഹു പരിശുദ്ധനാണെന്ന് അറിയിക്കുന്ന ദിക്ർ ചൊല്ലുന്നു. നമ്മളുടെ നിയന്ത്രണത്തിലല്ല, അല്ലാഹു നമുക്ക് തന്ന നിയന്ത്രണങ്ങളല്ലാതെ, അവൻ തന്നുകൊണ്ടിരിക്കുന്ന അധികാരങ്ങളല്ലാതെ ഒരധികാരവും ഒരു നിയന്ത്രണവും ഒരാളെ കയ്യിലുമില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ ഊട്ടിയുറപ്പിക്കണം. എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അവൻ കൊടുക്കുന്ന അധികാരങ്ങളും കൊടുക്കുന്ന നിയന്ത്രണങ്ങളും അല്ലാതെ ഒരാൾക്കും ഒരു അധികാരവും നിയന്ത്രണവും ഇല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബായ നബിയെ ഏറ്റവും പ്രിയം വെക്കുന്നവനാണ്. അവനാണ് അല്ലാഹുവിൽ സ്നേഹിക്കപ്പെടുന്നവൻ.
അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ വിളിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബി. പറഞ്ഞു വന്നത് മുജാഹിദിന്റെ അവസാനത്തെ വെച്ച് നോക്കുമ്പോൾ അതിലുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി അത്തഹിയ്യാത്തിൽ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് സലാം പറയണം. റസൂലുള്ളാഹിക്ക് സലാം പറയുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കും. ഈ സലാം പറയാൻ തന്നെ എന്താണ്? കേവലം ഒരു പ്രാർത്ഥനയാണോ? അത് സലാം പറയും കേവലം ഒരു പ്രാർത്ഥനയാണോ? അങ്ങനെയാണെങ്കിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. എല്ലാവരും ആമീൻ പറയാം. എന്താ കാരണം? അതൊരു പ്രാർത്ഥനയാണ്. ഞാനിവിടെ പ്രസംഗിക്കാൻ കഴിയുന്ന ഉടനെ തന്നെ അസ്സലാമു അലൈക്കും ഒറ്റ കുട്ടി ആമീൻ പറഞ്ഞില്ല. അസ്സലാമു അലൈക്കും എന്നിട്ട് എന്തുകൊണ്ട് ആമീൻ പറഞ്ഞില്ല? അതൊരു കേവലം പ്രാർത്ഥനയല്ല, മറിച്ച് അതൊരു അഭിവാദ്യമാണ്, ഒരു കാഴ്ചവെക്കലാണ്. ആ കാഴ്ചവെക്കൽ അല്ലാഹുവിന്റെ റസൂൽ കാഴ്ചവെക്കുകയാണ്. മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ വെച്ച് കാഴ്ചവെക്കുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. അവിടുത്തെ അൽ ജൗഹറിൽ നല്ല ഗ്രന്ഥത്തിൽ വിശദമായി രേഖപ്പെടുത്തിയത് കാണാം. ഓ മനുഷ്യ, ഒരു ദിവസം ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും മദീനയിൽ കിടക്കുന്ന നേതാവിനെ വിളിച്ച് അഭിവാദ്യമർപ്പിക്കാതെ നീ ശരിയായ മുസ്ലിമാകുന്നില്ല. ആ നിലയ്ക്ക് എന്റെയും നിങ്ങളെയും കൽബ് ബന്ധപ്പെടുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബിയെ പ്രിയം വെക്കണം സഹോദരന്മാരെ. ആ നബിയോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും സലാമത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി സാധാ മുതലാളിമാരിൽ നിന്ന് പണം സംഭരിച്ചു വെച്ചിട്ട് ദുആ ചെയ്ത് മഴ വാങ്ങിച്ചു കൊടുക്കാറുള്ള മഹാൻ വെളിയങ്കോട് ഉമർ ഖാലിദ് റഹിമഹുല്ലാഹ് ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് അതേ ജയിലിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വെള്ളം കിട്ടാൻ ജയിലിന്റെ വാതിലിന് പോയി മുട്ടിയിട്ട് പോലീസുകാരെ പാതിരാ സമയമായി പോയി, എന്റെ യജമാനന് സുജൂദ് ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കണം, എനിക്ക് ആ തഹജ്ജുദിന് വേണ്ടി വെളിയെടുക്കാൻ വെള്ളം തരുമോ പോലീസുകാരെ? പോലീസുകാരോട് ചോദിച്ച് പോലീസുകാർ വെള്ളം കൊണ്ട് കൊടുത്തപ്പോ ജയിലിന്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളം കൊണ്ട് വെളിയെടുത്ത് തഹജ്ജുദ് നിസ്കാരം ജയിലിന്റെ ഉള്ളിൽ വെച്ച് നിർവഹിക്കുന്നു. ആ നിർവഹിക്കുന്നത് കണ്ടപ്പോ ജയില് വീട്ടിയിട്ട് താക്കോല് കൊടുത്ത് പുറത്തുപോയി കാവൽ നിന്ന പോലീസുകാർ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് അവരെ കയ്യിലെ താക്കോല് കൊണ്ട് ജയില് തുറന്നു നോക്കുമ്പോ ഉമർ ഖാലിദ് ജയിലിൽ കാണുന്നില്ല. കറാമത്ത് ശേരിയായ കോഴിക്കോട്ടുകാരൻ CN മൗലവി കേരളത്തിന്റെ ചരിത്രം പറയുമ്പോ പറഞ്ഞു, ഉമർ ഖാലിയെ ജയിലിലിട്ടു. ജയിലിൽ നിന്ന് ഉമർ ഖാലി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിന്റെ പേരാസാറെ കറാമത്ത് എന്ന് പറയുന്നത്. ഉമർ ഖാലി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഖുർആനിലല്ല പറഞ്ഞില്ലേ, തഖ്വ ചെയ്തവർക്ക് പുറപ്പെട്ടു പോകാനുള്ള വഴി അല്ലാഹു ആക്കി കൊടുക്കുമെന്ന് ഖുർആനിലില്ലേ? അല്ല കൊടുത്ത വഴിയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ഉമർ ഖാലിദ് റഹിമഹുല്ലാഹ് വലിയ വലിയ കറാമത്ത് കണ്ട മഹാൻ, പാതിരക്ക് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച മഹാൻ, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയ മഹാൻ. പക്ഷേ വെളിയങ്കോട്ട് ഇരുന്നിട്ട് സമാധാനമില്ല, മദീനയിലെത്താതെ നിവൃത്തിയില്ല, മക്കയിലേക്ക് ഹജ്ജും ഉംറയും ചെയ്യാതെ പോകാതെ നിവൃത്തിയില്ല, മദീനയിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹവും പ്രതീക്ഷിച്ച് മദീനയിലേക്ക് സ്വലാത്തും ചൊല്ലിപ്പോയി. മൗലാ ഷരീഫിന്റെ സമീപത്തെത്തുമ്പോ ഇത് വെളിയങ്കോട്ട ഖാലിയാണ്, വലിയ പവറുള്ള ജനങ്ങൾ ആദരിക്കുന്ന മഹാനാണ്, തഹജ്ജുദ് ജയിലിൽ നിന്ന് നിസ്കരിച്ച ആളാണ്. ഒരിക്കലും തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വേണമെന്ന് വിചാരിച്ച് ചോദിച്ചാൽ ഉത്തരം കൊടുത്ത സംഭവങ്ങളല്ലാതെ തിരിച്ചൊന്നും കേട്ടിട്ടില്ല. അറിയില്ലേ നിങ്ങൾക്ക്? പൊന്നാനിയിലും വെളിയങ്കോട്ടും 2 ദിവസം നോമ്പായി. പറഞ്ഞാല് വെളിയങ്കോട്ട് മാസം കണ്ടു. ഉമർഖാലിന്റെ അടുത്ത് വന്ന് സാക്ഷി നിന്നപ്പോ ഉമർഖാലിക്ക് ബോധ്യപ്പെട്ടു നാളെ നോമ്പാണ് എന്ന് ഉറപ്പിച്ച്, റമളാൻ ഒന്നായിട്ട് ഉറപ്പിച്ചു. അതിന്റെ നേരെ ഇക്കരെയാണ് പൊന്നാനി. പൊന്നാനി കാലിക്ക് ബോധ്യപ്പെട്ടില്ല, പൊന്നാനി കാലി ഉറപ്പിച്ചതുമില്ല. അങ്ങനെ ചിലപ്പോ അക്കര പെരുന്നാൾ ഉക്കര പെരുന്നാൾ ഇല്ലാണ്ട് ആളുണ്ടല്ലോ, അങ്ങനെ പൊന്നാനി ഇക്കരെയാണ്, അക്കര വെളിയങ്കോടാണ്. പക്ഷേ പൊന്നാനി പള്ളിയിൽ റമളാൻ മാസം ലാസ്റ്റ് 10 ദിവസം ഉമർഖാലിന്റെ വേലുണ്ടാവും. സാധാരണ പതിവാണ്. ഇക്കൊല്ലത്തെ വേലിന് മൂപ്പരെ വിളിക്കണോ വേണ്ടേ? കാരണം മൂപ്പര് മാസം ഉറപ്പിച്ച് 1 ദിവസം മുമ്പാ.
പൊന്നാനിക്കാൾ പറയുന്നു ഇക്കൊല്ലം മൂപ്പറ വിളിക്കണം, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട എനിക്ക് ബോധ്യപ്പെട്ടവരെ എനിക്ക് വിരിക്കാൻ പറ്റുള്ളൂ, അയാൾക്ക് ബോധ്യപ്പെട്ടവരെ അയാൾക്ക് വിരിക്കാൻ പറ്റുള്ളൂ. സംഗതി അത് ദീനിന്റെ നിയമമാണ്, ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റൂല. ബോധ്യപ്പെട്ട കാലി വിരിക്കണം, ബോധ്യപ്പെടാത്ത കാലി വിരിക്കണ്ട, ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. അപ്പോ ഉമർ ഖാലിദിനെ തന്നെ വാലിന് വിളിച്ചു. പൊന്നാനി വന്ന് വേലൊരുങ്ങി. റമദാൻ അവസാനത്തെ പത്തിൽ വേലൊരുങ്ങി. വിത്തിരി എഴുതിയിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹബ് പറഞ്ഞിട്ടുള്ള വേലാണ്. വേളിങ്ങനെ പറഞ്ഞ് റമദാൻ 29 കഴിഞ്ഞ് 30 വെളിയിൽ പോയിട്ട് 30 അപ്പോ പൊന്നാനി 29. പൊന്നാനി ആളുകൾ നോക്കിയിട്ട് മാസോട്ട് കണ്ടതുമില്ല. ഉമർ ഖാലിക്ക് 30 തികയും ചെയ്തു. എന്താ ചെയ്യാ? മഴവും നിഷ്കരിച്ചു. ഉമർ ഖാലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പൊന്നാനി പള്ളിയിൽ തക്ബീർ തുടങ്ങി. അപ്പൊ പൊന്നാനി പള്ളിയിൽ 2 നാള് കാലിയാരങ്ങനെ ഇവിടുന്ന് എത്തിയില്ല, അക്കരെ പോയിച്ചില്ല എന്നല്ലാതെ ഇവിടെ 29 മാസം കാണാതെ എത്തിയില്ല. പാണ്ടോ ചിലത് ന്യായമാണ്, പറഞ്ഞത് ശരിയല്ലേ? ഇവിടെ 29 അക്കരല്ല 30. ഇവിടുന്ന് എങ്ങനെ എത്തിയില്ല? ന്യായം ആര് പറഞ്ഞാലും സ്വീകരിക്കേണ്ട കാര്യം ഇരിക്കാൻ പറ്റുമോ? ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചെയ്തു. അപ്പറഞ്ഞ ന്യായമാണ് ഇവർക്കറിയാം. തന്നെ പള്ളിയിൽ പറഞ്ഞു, ജനങ്ങളെ ഞാൻ മാസം കാണാതെ പൊന്നാനി ദിക്റില്ലേ അങ്ങനെ പറയുന്നു, നിങ്ങളെല്ലാവരും കൂടി ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്നതാണ്. എല്ലാവരും കൂട്ടി ഇറക്കി. ഉമർ ഖാലി ഇറങ്ങി മുറ്റത്തിറങ്ങിയിട്ട് തന്നെ എല്ലാവരും ഒന്ന് മേൽപോട്ട് വെക്കും. നോക്കുമ്പോ എല്ലാവരും കാണുന്ന മാസം, പൊന്നാനിക്കാരൻ ഏത് കാണുന്ന മാസം. ഇവിടെ എല്ലാവരും കൂടി എന്താ ചെയ്യല്ലോ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പൊന്നാനിയെ പ്രകമ്പനം കൊള്ളിച്ച തക്ബീർ തന്നെ. ആ ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റൗള ശരീഫിന്റെ സമീപത്ത് ചെല്ലുമ്പോൾ വളരെ താഴ്മയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് എന്നിട്ട് വിളിക്കുന്ന യാ കുറമൽ കുറമ അലാ ആതാബികുൽ ഉമറുൽ ഫഖീർ മുർതജീൽ ജനാബികുൽ വർദില്ലതാ അലൽ ബുകാഇ ബിനാബികുൽ ദമ്മ മിൻ ഐനൈഹി ഫഅല സജീമാ. ഓ നേതാക്കൾക്ക് നേതാവായ നബിയെ, ഔദാര്യം കൊടുക്കുന്ന നബിയെ, വെളിയങ്കോട്ടുകാരൻ ഫക്കീറായ ഉമറുണ്ടല്ലോ, തങ്ങളെ പടിവാതിൽക്കൽ വന്നിട്ടുണ്ട് നബിയേ. വന്നു നിൽക്കുന്ന വെളിയങ്കോട്ടുകാരൻ തങ്ങളുടെ പടിവാതിൽക്കൽ വെച്ച് കരയുകയാണ് നബിയേ. കരയുന്നതെന്തിന്? യർദില്ലാത്ത അലൽ ബുഖാഇ ബിബാബികും വദ്ദമഉ മിൻ ഐനൈഹി സലസജീമാ. നബിയെ, തങ്ങളെ ഖബറിൽ നിന്ന് ഇപ്പാവപ്പെട്ട വലിയ കൂട്ടുകാരൻ ഉമറിന് ശുപാർശ കിട്ടുമെന്നും തങ്ങളെ സഹായിക്കുമെന്നും തങ്ങളിൽ നിന്നെന്തെങ്കിലും കിട്ടുമെന്നും വിചാരിച്ചു വന്നതാണ്. നേതാവിന്റെ സമീപത്ത്, പ്രിയപ്പെട്ട നേതാവിന്റെ സമീപത്ത് അനുയായിയായ ഫക്കീറായ വലിയ കൂട്ടുകാരൻ വന്നാൽ റഹ്മത്ത് തരാതെ, കാരുണ്യം തരാതെ, റെക്കമെന്റ് ചെയ്യാതെ തിരിച്ചയക്കുകയില്ലെന്ന പ്രതീക്ഷയിൽ വന്നിട്ട് തങ്ങളെ മുന്നിൽ വെച്ച് കരയുകയാണ് നബിയേ. بحب قلبي سيد الكونين حيا وميتا في التراب ربيبا. അങ്ങയുടെ പടിവാതിൽക്കൽ വന്ന് കരയുന്ന വലിയ കൂട്ടുകാരന്റെ കണ്ണിൽ നിന്നൊഴുക്കുന്ന കണ്ണുനീർ അതാ കവിൾത്തരത്തിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. വറ്റിയിട്ടില്ല, കണ്ണുനീർ വറ്റിയിട്ടില്ല, ഒലിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കവിൾത്തരത്തിലൂടെ ഒലിക്കുന്നതിയെ വെറുതെയല്ല. സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റബീബാ. കൽബിന്റെ അടിത്തട്ടിൽ അങ്ങയെ സ്നേഹിച്ചപ്പോ അവിടുന്ന് കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ കരച്ചലാണ് നബിയേ. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ റൗളാ ശരീഫ് തുറന്നു കാണാൻ വേണ്ടി ഉമർ ഖാലി തങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണ്. അതാ നല്ല 1-ാം നമ്പറിൽ ലോക്കിട്ട് കൂട്ടിയിട്ടുള്ള റൗളാ ശരീഫിന്റെ വാതിൽ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി തുറന്നു. സഹോദരന്മാരെ, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ച ഉമർ ഖാലി മരിച്ചവരെ വിളിച്ചതുകൊണ്ട് കാഫിറായി പോയി എന്ന് പറയുന്ന ആളുകളെ വിളിച്ച് സൽക്കാരം നടത്തണോ, അവരെ വിളിച്ച് ആദരിക്കണോ,
അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെച്ച് തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബിനോട് ഒരുപാട് കാര്യത്തിന് ദുആ ചെയ്യാറുണ്ട്. ഒരുപാട് വിഷയങ്ങൾക്ക് പലരും ധ്യാനിയാൻ നേർച്ചകളും സദഖകളും തന്നിട്ടുണ്ട്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ട് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്നവർ ധ്യാനിയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും പടച്ചറബിനോട് നൽകുന്ന ധ്യാനികളല്ലാഹു സാധുവായ എന്നെയും നിങ്ങളെയും നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെച്ച് ആഖിറം രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തിത്തരട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഞങ്ങൾ ചൊല്ലിയ സലാത്തുലിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹ്ലിയ ഹദറത്തുൽ മുഅത്തിക്കൽ റഹ്മാനേ, അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിലേക്ക് തരണം റഹ്മാനേ. അവിടുത്തെ സ്ഥാനം നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്ന എല്ലാ ആളുകളുമായും ഞങ്ങളെ ഖൽബിനെ അകലം വർദ്ധിപ്പിക്കണേ റഹ്മാനേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നിങ്ങളുടെ ഖൽബിന് അടുപ്പം വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ ഉന്നതാത്തമാര്, സ്നേഹിതന്മാര്, ഉസ്താദുമാര്, ശിഷ്യന്മാർ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്തവർ, ഞങ്ങളെ കൈകളിൽ സദഖകൾ തന്നവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, ഞങ്ങളെ സ്നേഹിച്ച ആരൊക്കെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരുണ്ടോ അവരുടെ ഖബറുകളിൽ നീ എത്തിക്കണേ റഹ്മാനേ. അവരുടെ ഖബറുകളിൽ നീ വിശാലമാക്കണം റഹ്മാനേ. ഞങ്ങളിൽ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറുകളെ വിശാലമാക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഒരു സദസ്സിനെയും ഉപദേശിക്കാനുള്ള യോഗ്യത സാധുവായ എനിക്കില്ല. ഞങ്ങളെല്ലാവരും നിന്റെ അടിമകളാണ്. നീ ഞങ്ങളുടെ യജമാനനാണ്. പാപികളായ ഞങ്ങളുടെ മുന്നിലേക്ക് മനസ്സുകൊണ്ടടുത്താൽ, മനസ്സുകൊണ്ട് ഖേദിച്ചാൽ നീ ഞങ്ങൾക്ക് മാപ്പ് തരുമെന്ന് ഞങ്ങളെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. റബ്ബേ, തെറ്റുകൾ എത്ര വന്നുപോയ പാപികളാണെങ്കിൽ അടിമകളായ ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനേ. മാപ്പ് തരണേ റഹ്മാനേ. നീ നിന്റെ സാലിഹീകൾക്ക് തെറ്റുകളിലേക്ക് വഴി പോകാതെ ജീവിക്കാനുള്ള തൗഫീഖ് കൊടുത്തപ്പോൾ, നീ അവരെ ഏറ്റെടുത്തപ്പോൾ അവർക്ക് താഴ്ത്തിൽ എളുപ്പം വന്നുപോയി. തെറ്റുകൾ ഒഴിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ അവർക്ക് നീ പ്രത്യേകം തൗഫീഖ് കൊടുത്തുപോയി. ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനേ. ഞങ്ങളെ നീ ശുദ്ധീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ നീ ശുദ്ധീകരിക്കണം റഹ്മാനേ. തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കാൻ നീ ഭാഗ്യം തരണം റഹ്മാനേ. എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥ നീ തന്നെയാണ്. നീ കാരുണ്യം കൊടുത്തവർ വിജയിച്ചവരാ. ഞങ്ങൾ പാപികളും ദോഷികളുമാണ്. ഞങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ റഹ്മാനേ. ദോഷങ്ങൾ മാപ്പ് ചെയ്യണേ റഹ്മാനേ. മാപ്പ് ചെയ്യണേ റഹ്മാനേ. സാലിഹീങ്ങളെ സ്നേഹിച്ച ഞങ്ങളെ നീ തള്ളിക്കളയരുത് റഹ്മാനേ. ഞങ്ങൾക്ക് നല്ലതിന് തൗഫീഖ് തരണം റഹ്മാനേ. മോശമായ മക്കളെ ജീവിതത്തിൽ നിന്ന് അകറ്റാറുള്ള ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനേറ്റി തരണം റഹ്മാനേ. അർഹമർ റഹീമായ റബ്ബേ, ഈ നാട്ടിലും ഇതിന്റെ പരിസരങ്ങളിലും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ്വ ജമാഅത്തുകളിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ്വാലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ്വാലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും
നീ ഹക്കിന്റെ മേൽ യോജിപ്പിക്കണേ റഹ്മാനേ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഈ മജ്ലിസിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളുള്ളവരുണ്ട്. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും വന്നവരിൽ ആരൊക്കെയുണ്ട്, എന്തെല്ലാം ലക്ഷ്യമുള്ളവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനും എല്ലാവർക്കും കാരുണ്യം ചെയ്താൽ ആരും ചോദ്യം ചെയ്യാറില്ലാത്ത അധികാരിയുമായ നിന്നിലേക്ക് ഞങ്ങൾ കൈയുയർത്തുന്നു റഹ്മാനേ. ഏതൊരുദ്ദേശം ആരുടെ കൽബിലുണ്ടോ, ഖൈറായത് ഹലാലായത് നീ നിറവേറ്റിത്തരണം റഹ്മാനേ, നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനേ. രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനേ. കണ്ണിന് കാഴ്ചയില്ലാത്ത മക്കളുമായി വന്നവരുണ്ട്, കണ്ണിന്റെ കാഴ്ചക്ക് പ്രയാസമുള്ളവരുണ്ട്, നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനേ. സംസാരിക്കാൻ കഴിയാത്ത മക്കളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് സങ്കടം വരുന്നവരുണ്ട്, നീ അവർക്ക് സംസാരശേഷി നൽകണം റഹ്മാനേ. റബ്ബേ, മന്ദബുദ്ധിയുള്ള മക്കളെ കുറിച്ച് പറഞ്ഞവരുണ്ട്, നീ പൂർണ്ണമായ അക്കളി നൽകണം റഹ്മാനേ. ഞങ്ങളെല്ലാവരുടെയും മക്കളെ സാലിഹീകളാക്കി തരണം റഹ്മാനേ. ഖൈറായ മക്കളില്ലാത്തവർക്ക് ഓശാരം നൽകണം റഹ്മാനേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനേ. രോഗികളുടെ സർവ്വ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ കയ്യിലൊരധികാരവുമില്ല, ഒരു വീട്ടിൽ കഷ്ടപ്പെടുത്തലക്കാരുള്ള കഴിവുകൾ ഇല്ല. എല്ലാത്തിനും കഴിയുന്ന നീ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങൾ സർവ്വ മുഅ്മിനീങ്ങൾക്കും പൂർത്തീകരിക്കണം റഹ്മാനേ. വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാനേ. ദുനിയാവിന് സ്ഥാനം കൽപ്പിക്കുന്നതിന് പകരം ദീനിനെ സ്ഥാനം കൽപ്പിക്കുന്ന വിധത്തിലുള്ള വിവാഹങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളെല്ലാവർക്കും ഞങ്ങളെ ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബക്കാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. വിദേശ നാടുകളിൽ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നിന്റെ കാവല് നൽകണേ റഹ്മാനേ, നിന്റെ സഹായം നൽകണേ റഹ്മാനേ. ജോലികളിലും ബിസിനസ്സുകളിലും കൃഷികളിലും ആയുസ്സിലും സമയങ്ങളിലും എല്ലാം ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ റഹ്മാനേ. എല്ലാ രംഗത്തും നീ പൊരുത്തപ്പെട്ട വഴിയിൽ ജീവിച്ച് അവസാനം കാമിലായ ഈമാനോടെ മരിച്ച് നിന്റെ സാലിഹീകളെ കൂടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങയുടെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ ഖായിബാക്കരുത് റഹ്മാനേ. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനേ, ഇജാബത്ത് നൽകണം റഹ്മാനേ. കിബിറ്, ജിബിരിയായ ഹസദ്, അമല്, ഹിർസ്, ശഹവത്ത്, ഗളബ്, ബിദ്അത്ത്, നിഫാഖ് തുടങ്ങിയ സർവ്വരോഗങ്ങളിലും ഖൽബിനെ ശുദ്ധീകരിച്ച് മുതവാബീകളായ തവ്വാബീകളും മുതതഹ്ഹീകളുമായ ആളുകളായി ഞങ്ങളെ നിന്റെ ഹിസ്ബിൽ ചേർക്കണേ റഹ്മാനേ. ഭരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ഭരിച്ച് ഞങ്ങളിൽ നിന്ന് ഭരിച്ചവരെ ഞങ്ങളിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഞങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹപാഠികളുടെ ആകണ്ട് വസിയ്യത്ത് ചെയ്തവര് ഞങ്ങളെ സ്നേഹിക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, ദീനിന്റെ പ്രവർത്തന രംഗത്തും മറ്റുമായി ഞങ്ങളോട് സഹായിച്ച സഹകരിച്ച ആരെല്ലാം ഏതെല്ലാം നാടുകളിലുണ്ടോ അവർക്കെല്ലാം ഇക്കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ.
برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്തു. അസ്സലാമു അലൈക്കും.